സഹോദരന്മാരെ പോലെയോ അതിലപ്പുറമോ ഉള്ള ബന്ധങ്ങളാണ് PS അനിൽകുമാറുമായും മാധവൻ പുറച്ചേരിയുമായും KT ബാബുരാജുമായും. സുബ്രഹ്മണ്യം മാഷെ അങ്ങനെ നിരന്തരം കാണാറില്ലെങ്കിൽ മാഷുമായും അങ്ങനെ ഒരു ബന്ധം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഷൈജൻ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സന്തോഷ്, ജിതിൻ ബാബു, വേദിക്കകത്ത് രാഘവൻ തുടങ്ങി വേദിയിലും സദസ്സിലും പ്രിയപ്പെട്ട പലരും ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി അടിത്തട്ട് തൊട്ട് സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾക്ക് ഉള്ള ഒരു സവിശേഷത, സമ്മേളനങ്ങളോടൊപ്പം ഒരു ചടങ്ങ് പോലെയെങ്കിലും സാംസ്കാരിക സമ്മേളനങ്ങളുണ്ട്. ഞാൻ ചടങ്ങ് പോലെ എന്നിപ്പോൾ പറഞ്ഞത്, മുമ്പ് സാംസ്കാരിക പ്രവർത്തനമായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം. ഇന്നിപ്പോൾ കാലം മാറി. ചിലപ്പോൾ സാംസ്കാരിക പ്രവർത്തനത്തിന് കൊടുക്കേണ്ട ഊർജം കൂടി പവർ പൊളിറ്റിക്സ് മാനേജ്മെന്റിലേക്ക് മാറ്റിവെക്കേണ്ടി വരുന്നുണ്ട് പാർട്ടികൾക്ക്. എങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സാംസ്കാരിക സംഘടനം മുന്നിൽ നടക്കേണ്ട ഒന്നാണ് എന്ന് ഇപ്പോഴും കരുതി കൂരുന്നത് ചെറിയ കാര്യമല്ല. സമ്മേളനത്തിന് മുമ്പിലാണ് സാംസ്കാരിക സമ്മേളനം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളെ സംബന്ധിച്ച് വലിയ സാംസ്കാരിക പ്രവർത്തകർ ഓർമ്മ വെച്ച നാൾ മുതൽ ഇടത് സഹായാത്രികരായ ഇടതുപക്ഷത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ആളുകളെന്ന് അറിയാം. ഇത്തരം സാംസ്കാരിക സമ്മേളനങ്ങളിൽ വരുന്നത് രണ്ടു തരം ഊർജം തരും. ഒന്ന്, ചരിത്രത്തിന്റെ പോരാട്ടങ്ങളുടെ മണ്ണിൽ ഇടയ്ക്കിടയ്ക്ക് ചെല്ലാൻ പറ്റും. ശശി കണ്ണൂരിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ സമരങ്ങൾ, വലിയ പോരാട്ടങ്ങൾ നടന്ന സ്ഥലമാണ് കണ്ണൂരും കാസർഗോഡും ഒക്കെ. ഇവിടെ കർഷക സംഘങ്ങളാണ് ആദ്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വിത്തിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയത് കർഷക സംഘങ്ങളാണ്. കേരളീയനെ പോലെ, വിഷ്ണു ഭാരതിയനെ പോലെയൊക്കെയുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റാത്ത സമുന്നതരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. അവർ കർഷക നേതാക്കളായിരുന്നു. കയ്യൂരിലെ സമരമായാലും കരിവള്ളൂരിലെ സമരമായാലും അന്ന് നടന്ന മിക്കവാറും സമരങ്ങൾ കർഷക സമരങ്ങളാണ്. ഇവിടെ കല്യാശ്ശേരി യശമാനെ പോലെ വലിയ ഭൂപ്രഭുക്കന്മാർക്ക് എതിരെ ടിപ്പുവിൽ നിന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രാജ്യം പിടിച്ചെടുത്തപ്പോൾ ഉണ്ടായ അതിഭീകരമായ നികുതി ഭാരം കൊണ്ട് നട്ടെല്ല് വളഞ്ഞു കുലിഞ്ഞ് വീണുപോയ കർഷകന്റെ അഭിമാനവും പോരാട്ട വിജയവും പ്രോജ്വലിപ്പിക്കാനാണ് വടക്കേ മലബാറിൽ വലിയ സമരങ്ങൾ നടന്നത്. ആ സമരത്തിന്റെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാം. കേരളീയനും വിഷ്ണു ഭാരതിയും മാത്രമല്ല, AKGയെ പോലെ, KPR ഗോപാലിനെ പോലെ, KP ഗോപാലിനെ പോലെ എത്രയോ വലിയ പോരാളികൾ ഉണ്ടായ ഒരു പ്രദേശമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനിച്ചതും ഈ ജില്ലയിലാണ്. ഒരു ചെറിയ അവകാശമല്ല. പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനിക്കുന്നത് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ആകാശത്തിൽ താഴേക്ക് വീഴുകയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെട്ടെന്ന് രൂപീകരിക്കപ്പെട്ടതുമല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വലിയ നേതാക്കന്മാർ തന്നെയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് അതിനകത്തുണ്ടാക്കുന്നത്. ആ കാലം വളരെ സങ്കീർണമായ വലിയ സമരങ്ങളുടെ, ആഭ്യന്തര സമരങ്ങളുടെ കാലമാണ്. പാർട്ടിക്കകത്ത് തന്നെ, കോൺഗ്രസിനകത്ത് തന്നെ വലിയ സമരങ്ങൾ, മിതവാദികളും തീവ്രവാദികളും ഇടത് അഭിമുഖ്യമുള്ളവരും ഒക്കെ തമ്മിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നു. സുഭാഷ് ബോസ് ത്രിപുരയിൽ കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നു. MN റോയിയെ പോലൊരാൾ മൂന്നാം കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ കോമിന്ററിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും കോളനി രാജ്യങ്ങളിലെ കമ്മ്യൂണിസം ഏതു വിധമാകണമെന്നതിന് ലെനിൻ ഒരേ ഒരു തിരുത്താണ് സ്വീകരിച്ചത്. റോയ് ആളുകൾ, ജയപ്രകാശ് നാരായണൻ പിൽക്കാലത്ത് വന്ന എത്രയോ റാം മനോഹർ ലോഹിയുള്ള ആളുകൾ, സോഷ്യലിസ്റ്റുകൾ. ആ സോഷ്യലിസ്റ്റ് പാരമ്പര്യം പിന്നീട് കമ്മ്യൂണിസ്റ്റ് ചേരിയിലേക്ക് മാറുന്നു. കേരളത്തിൽ അത് വളരെ സമർത്ഥമായി നടത്തിയ ഒരു ജോലിയാണ്. EMS-ഉം മുഹമ്മദ് തരാൻസാനെ കുറിച്ചിട്ട് EMS സെക്രട്ടറി എന്ന് പറയും കോൺഗ്രസ് പാർട്ടി. അക്കാലത്ത് കേരളത്തിലുടനീളം പല സ്ഥലത്തും ക്യാമ്പുകൾ നടന്നത് ഒരുപക്ഷെ പഴയ ആളുകൾ ഓർക്കുന്നുണ്ടാവും. സോഷ്യലിസ്റ്റ് ക്യാമ്പുകളാണ് നടത്തിയതെങ്കിലും ലോകത്തുണ്ടായി വന്ന കമ്മ്യൂണിസ്റ്റ് ചലനങ്ങൾ, അതിൻ്റെ സാംസ്കാരിക ചലനങ്ങൾ, രാഷ്ട്രീയ ചലനങ്ങൾ 1 മാസവും 2 മാസവും എൻ്റെ പ്രദേശത്ത് തന്നെ മങ്കടപള്ളിപ്പുറത്ത് ക്യാമ്പുണ്ടായിട്ടുണ്ട്, മലപ്പുറത്ത് ക്യാമ്പുണ്ടായിട്ടുണ്ട്. ആ ക്യാമ്പുകളുടെ വാർഷികം 100ാം വാർഷികമായി. ആ വാർഷികത്തിൽ ഞാൻ പോയി പങ്കെടുത്തു. അപ്പം അവിടെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളെ കമ്മ്യൂണിസ്റ്റ് അവബോധമുള്ളവരാക്കി വളരെ
വളരെ വളരെ ശ്രമപ്പെട്ട് പണിപ്പെട്ട് ജോലി ചെയ്തിട്ടാണ് പാറപ്പുറത്ത് സോഷ്യലിസ്റ്റ് പാർട്ടി ഒന്നാമത് മാറിയില്ലെങ്കിലും കേരളത്തിലെ സോഷ്യലിസ്റ്റ് വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറുന്നത്. ഇപ്പോൾ അന്ന് പാറപ്പുറത്ത് നടന്നത് ഒരു പരിവർത്തനമാണ്, അല്ലാതെ പെട്ടെന്ന് മണ്ണിൽ നിന്ന് കമ്മ്യൂണിസം മാറ്റിയെടുക്കുകയല്ല. ദേശീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് സോഷ്യലിസ്റ്റ് ശൈലിയിലേക്ക് മാറി കമ്മ്യൂണിസ്റ്റുകളായി മാറിയ ആളുകളുടെ ഒരു വലിയ സമര പ്രഖ്യാപനവും സംഘടനാ പ്രഖ്യാപനവുമാണ് അന്ന് അവിടെ നടന്നത്. അത് വിഷ്ണു ഭാരതിയെ പോലുള്ള ആളുകൾ പിന്നീട് വഴിതിരിഞ്ഞു പോയി. ആ ചരിത്രവും ഞാൻ പറയുന്നു. അന്നും ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയസംഹിതകളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കലാകാരന്മാരാണ്, എഴുത്തുകാരാണ്. അത് ലോകത്തെല്ലായിടത്തുമാണ്, കേരളത്തിൽ വിശ്വസിച്ചുമാണ്. കേരളത്തിൽ നവോത്ഥാനം ഉണ്ടായത് തന്നെ അടിത്തട്ടിൽ നിന്നാണ്. ഉത്തരേന്ത്യയിൽ ഉപരിവർഗക്കാരായ ആളുകളാണ് രാജാറാം മോഹൻ റായിയെ പോലെ, ദയാനന്ദ സരസ്വതിയെ പോലെ നവോത്ഥാനത്തിന് നേതൃത്വം വഹിച്ച ആളുകൾ മുകളിൽ നിന്ന് താഴേക്ക് കൈനീട്ടി താഴെയുള്ളവരെ പതുക്കെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിക്കുക. ഒരു പ്രസാദം പോലെ മുകളിൽ നിന്ന് ഇട്ട് കൊടുത്തതായിരുന്നു നവോത്ഥാനം. കേരളത്തിൽ അങ്ങനെയല്ല. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിൽ ചാന്നാന്മാർ അവരുടെ സ്ത്രീകൾക്ക് മാറു മറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ സമരം തൊട്ട് കീഴാണ സമുദായങ്ങളാണ് നവോത്ഥാനത്തിന്റെ സമരങ്ങൾ ഏറ്റെടുത്തത്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ശ്രീനാരായണ ഗുരുവിനും 25 വർഷം മുമ്പ് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി. ഗുരുവിന്റെ പ്രതിഷ്ഠയാണെന്ന് അറിയാം. പക്ഷെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ കയ്യൂക്ക് കൊണ്ടും കൈക്കരുത്ത് കൊണ്ടും തന്റേണം കൊണ്ടും പച്ചിൽപ്പെട്ടവ സമരം തൊട്ട് മൂക്കുത്തി സമരം തൊട്ട് അനവധി സമരങ്ങൾ, നേരത്തെ ഇവിടെ ജിതേഷ് പറഞ്ഞല്ലോ, കീഴാണ സമുദായങ്ങൾ മനുഷ്യരായിരുന്നില്ല, അടിച്ചമർത്തപ്പെട്ട് താഴെ തൊട്ട് കിടക്കുകയായിരുന്നു. അവരുടെ ഉന്നമനത്തിന് വേണ്ടി ആറാട്ടുപുഴ വേലായുധ പണിക്കർ, ഇവരൊന്നും നവോത്ഥാന ചരിത്രത്തിൽ വേണ്ടത്ര മനസ്സിലാക്കപ്പെടാതെ പോയ ആളുകളാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ വേലുകുട്ടിയായിരുന്നു. അരയ സമുദായക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ച് അരയന്മാർക്ക് വേണ്ടി അരയൻ എന്ന പത്രമുണ്ടാക്കി. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷ ദൈവസഭ ഉണ്ടാക്കിയാണ്. ഇന്നിപ്പോൾ വേടം പാടുന്ന പല പാട്ടുകളും ഈ പൊയ്കയിൽ അപ്പച്ചൻ ആ കാലത്ത് പാടിയതാണ്. പൊയ്കയിൽ അപ്പച്ചനാണ് ഈ പാട്ടിനെ സമരമാക്കുന്ന ശ്രമം ആദ്യം തുടങ്ങിയത്. വേടനിലേക്ക് ഉള്ള വേര്, വേടന്റെ വേരുകൾ ഈ പോരാട്ടത്തിൽ തന്നെയാണ്. അയാൾ ഒരു പക്ഷത്തിൽ നിന്നാലും ഇല്ലെങ്കിലും അയാളുടെ പക്ഷം ഇത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ പൊയ്കയിൽ അപ്പച്ചൻ, ഞാൻ നവോത്ഥാന ചരിത്രം മുഴുവൻ പറയുന്നില്ല. അങ്ങനെ അയ്യങ്കാളി, ഈ താഴെത്തട്ടിലുള്ളവരൊക്കെ നവോത്ഥാനത്തിലേക്ക് പിടഞ്ഞു വളർന്നതിന് ശേഷമാണ് ഉപരിവർഗം നമ്പൂതിരിമാർ 1905 നമ്പൂതിരിമാർ താത്രിക്കുട്ടിയെ സ്മാർത്ത വിചാരം നടത്തി പുറത്താക്കില്ല. 1903 SNDP ഉണ്ടായി കഴിഞ്ഞു. അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം ഉണ്ടായി കഴിഞ്ഞിട്ടും നമ്പൂതിരിമാർ സ്ത്രീയുടെ അടുക്കള വിചാരം നടത്തുന്ന കാലമായിരുന്നു. അതൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ലെങ്കിലും ഒരു സൂചന പറയാം. പിന്നീടാണ് വീട്ടിയെ പോലെ ഒരാൾ നമ്പൂതിരി സമുദായത്തെ തകർക്കാൻ അതിനുള്ളിൽ നിന്ന് തന്നെ കലാപം നടത്തുന്നതെന്ന് പറഞ്ഞ് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കലാപം 8-10 നൂറ്റാണ്ടുകളായി നെടുങ്കോട്ട കെട്ടിവാണ യാഥാസ്ഥിതികത്വത്തിന്റെയും സവർണ പ്രഭുത്വത്തിന്റെയും സവർണ അഹന്തയുടെയും കോട്ടയെ അകത്തുനിന്ന് തകർക്കുകയാണ് വീട്ടിയെപ്പോഴുള്ള ആളുകൾ ചെയ്തത്. ഞാനിത് ചുരുക്കം. പിന്നീടാണ് ആനന്ദതീർത്ഥനെ, ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുവിന്റെ അവസാനത്തെ ശിഷ്യൻ ഇവിടുത്തുകാരനാണ് ആനന്ദതീർത്ഥനാണ്. 20ാമത്തെ ശിഷ്യനെ മാത്രമാണ്. ഒരു ബ്രാഹ്മണ ശിഷ്യൻ, ഒരേ ഒരു ബ്രാഹ്മണ ശിഷ്യനെ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നു. ഒരാളെ ഉള്ളൂ. ആനന്ദതീർത്ഥൻ ഇവിടെ നടത്തിയ സമരങ്ങളൊക്കെ ഇവിടെ ആകുമ്പോൾ ഇവിടുത്തെ ആളുകളെ കുറിച്ച് പ്രത്യേകിച്ചും ഓർമ്മിക്കണം. ആനന്ദതീർത്ഥനെ അത് ഇപ്പോൾ ആനന്ദതീർത്ഥൻ എത്രയോ മർദ്ദനം കൊണ്ടു താഴ്ന്ന ജാതിക്കാരെ കൂടെ പിടിച്ചു കൊണ്ടുപോയി അവർക്കൊക്കെ തമ്പുരാക്കന്മാരെന്നും പ്രഭുക്കന്മാരെന്നും ശർമ്മ എന്നൊക്കെ പേരും വലിയ സമരമാണ് ചെയ്തത്. ഏറ്റവും താഴ്ന്ന ആൾക്ക് പ്രഭു എന്നും ശർമ്മ എന്നും തമ്പുരാൻ എന്നും പേരും. അപ്പോൾ തമ്പുരാന്മാരായ തമ്പുരാൻ വിളിക്കേണ്ടി വരും. ആനന്ദതീർത്ഥന്റെ സമരം വളരെ പ്രധാനപ്പെട്ട പയ്യന്നൂർ കേന്ദ്രീകരിച്ച് ആനന്ദതീർത്ഥം നടത്തിയ ഈ സന്യാസിമാരൊക്കെ, അത് പറഞ്ഞ് ചുരുക്കാനാണ്, കേരളത്തിൽ മാത്രമാണ് ജാതിയും മതവും പറയാത്ത സന്യാസിമാരുണ്ടായിട്ടുള്ളത്. ഉത്തരേന്ത്യയിൽ മഹാകുംഭമേളയ്ക്ക് ഇറങ്ങി വരുന്ന ക്രൗര്യമുഖമുള്ള നഗ്ന സന്യാസിമാരെ പോലെ അല്ലായിരുന്നു കേരളത്തിലെ സന്യാസിമാർ. അപ്പോൾ അതിന്റെ വ്യത്യാസം മനസ്സിലാവും. ഇന്ന് പുനരുത്ഥാനത്തിന്റെ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ആ മനുഷ്യവിരുദ്ധ സന്യാസിമാരിൽ നിന്ന് എത്രയെത്രയോ വ്യത്യസ്തരായിരുന്നു കേരളത്തിലെ സന്യാസിമാർ. ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും അതിന് മുമ്പ് വിദ്യാർത്ഥിരാജ ചട്ടമ്പിസ്വാമികളാണെങ്കിലും വാഗ്ഭ്രാനന്ദന്റെ ആത്മവിദ്യാസംഘം ഇതൊക്കെ ഇളക്കി മറിച്ചു. ബ്രഹ്മാനന്ദ ശിവയോഗി എന്റെ പ്രദേശത്താണ്, പാലക്കാടാണ്. മതഭേദം തല്ലിച്ചു കൊല്ലിക്കുന്നു, മതഭേദം മത്സരം ഉണ്ടാക്കുന്നു,
ആനയ്ക്ക് തുമ്പി പോലെ അടയാളം നിന്നുള്ളൂ നാനാമതക്കാർക്കും ജ്ഞാനപ്പെണ്ണ. ഇത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ദർശനം. ബ്രഹ്മാനന്ദ ശിവയോഗി, ആനന്ദ തീർത്ഥൻ, ഈ സന്യാസിമാരാരും ജാതിയുടെയും മതത്തിന്റെയും വർഗീയത വിഷമാക്കി പ്രചരിപ്പിച്ചില്ല. പകരം മാനവികത പ്രചരിപ്പിച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ തുടങ്ങി 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോളം നീണ്ട നവോത്ഥാനത്തിന്റെ ആശയങ്ങളെ രാഷ്ട്രീയമായി മാറ്റിയെടുക്കുന്നതിൽ ഏറ്റവും മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച പ്രസ്ഥാനം എന്ന നിലയിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഞങ്ങൾ കൂടുതൽ ആദരിക്കുന്നത്. മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്തു, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പല സമരങ്ങളും ചെയ്തു. പക്ഷെ എഴുത്തുകാരെ സംബന്ധിച്ചും സാംസ്കാരിക പ്രവർത്തകരെ സംബന്ധിച്ചും ഈ നവോത്ഥാന മാനവികതയെ രാഷ്ട്രീയമായി പരിവർത്തിപ്പിച്ചത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 1925-ലാണ്. 1920-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി. അത് താഷ്കണ്ടിൽ വെച്ച് MN റോയ് ഉണ്ടാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് പ്രവാസി കമ്മ്യൂണിസ്റ്റുകാരെയായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് അംഗീകരിക്കുന്നില്ല, അല്ലേ? 25-ലാണ് ഇന്ത്യയിൽ കാൺപൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്ന ചരിത്രം നമുക്ക് അറിയാമെന്ന് ഞാൻ വിസ്തരിക്കുന്നില്ല. അപ്പൊ അന്ന് മുതൽ നടന്നൊരു പ്രധാന കാര്യം കേരളത്തിൽ വിശ്വസിച്ച ഈ നവോത്ഥാന ആശയങ്ങളായി ഇത്തരം വായുവിൽ നിന്നാൽ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഗത്തിൽ എത്തിച്ചു കൊടുത്തത് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരാണ്. പരിപൂർണമായും ഇടതുപക്ഷ സാംസ്കാരിക രാഷ്ട്രീയം സ്വജീവിതം ബലിയർപ്പിച്ച് ഉണ്ടാക്കിയെടുത്ത കലാകാരന്മാരെ ഓർക്കുക എന്നത് തന്നെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ഓർമ്മിക്കാൻ പുരാണ പുരുഷന്മാരെ ധാരാളം കൊണ്ടുവരുന്നുണ്ട്. ശ്രീരാമൻ ജനിച്ച ജന്മഭൂമി കൃത്യമായിട്ട് വാൽമീകിയുടെ കഥാപാത്രം ജനിച്ചോ മരിച്ചോ എന്ന് നിശ്ചയമില്ലാത്ത കഥാപാത്രം ഇവിടെ തന്നെയാണ് ജനിച്ചതെന്ന് വരച്ചു വെച്ചു. ആ ജന്മഭൂമി ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറുമായിരുന്നു. ഇങ്ങനെ പുരാണങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് പുനരുത്ഥാന രാഷ്ട്രീയം. അതായത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന BJP എന്ന രാഷ്ട്രീയ കക്ഷിയും അതിനോട് ബന്ധപ്പെട്ട സംഘപരിവാര ശക്തികളും അതിനെ എതിർക്കാനെന്ന മട്ടിലുണ്ടായി വരുന്ന ദളിത് രാഷ്ട്രീയത്തിന്റെ ജാതി രാഷ്ട്രീയം, ദളിത് പ്രോഗ്രസീവ് രാഷ്ട്രീയം, അതൊരു ജാതി രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അതും അപകടകരമാണ്. ഒരേ കുളത്തുണ്ട്. സവർണ രാഷ്ട്രീയം പോലെ തന്നെ അപകടകരമാണ് തീവ്ര ജാതി രാഷ്ട്രീയം. ഇതിന്റെ രണ്ടിന്റെയും നടുക്ക് ഞാൻ പണ്ട് സ്വപ്നം കണ്ടിരുന്നു. ഈ കനയ്യകുമാറിനെ പോലെ ഒരാളെ അയാൾ പ്രതിദാനം ചെയ്യുന്ന ഒരു ദളിത് ബോധത്തോടും കമ്മ്യൂണിസ്റ്റ് ബോധത്തോടും കൂടി വികസിപ്പിച്ചെടുത്താൽ അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ മുതൽക്കൂട്ടാക്കും ഞാൻ പറയുമ്പോൾ സന്തോഷം അറിയില്ല. പക്ഷെ അതെങ്ങനെ കൈവിട്ടു പോയി, അത് നള്ളിഫൈ ചെയ്തു പോയിരുന്നു. ചിലത്തിൽ നിന്ന് പെട്ടാൽ ചില പടക്കം പൊട്ടാൽ അങ്ങനെ ആസാദി എന്നൊരു വലിയ സങ്കല്പത്തിലൂടെ ദളിത് രാഷ്ട്രീയത്തെയും വർഗരാഷ്ട്രത്തെയും സമന്വയിപ്പിക്കാനുള്ള വഴിയാണ് ഇന്ത്യയിൽ. അത് പൊതുവെ പറഞ്ഞു വെക്കാൻ, ഇന്ത്യയിൽ സവർണാധിഷ്ഠിതമായ RSS ചെയ്യുന്ന സവർണ രാഷ്ട്രീയം അത് ഉപരിവർഗത്തെ മാത്രം ആണ് ലക്ഷ്യം വെച്ചിട്ടുള്ളതും അതാണ് അതിൻ്റെ ശക്തി. നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിന്നിരുന്ന സവർണ രാഷ്ട്രീയം, അതിനെതിരെയാണ് ഈ നവോത്ഥാനമൊക്കെ നടന്നത്. ആ നവോത്ഥാനങ്ങളൊക്കെ റദ്ദാക്കിക്കൊണ്ട് പുനരുത്ഥാനത്തിൽ പുതിയൊരു സവർണ രാഷ്ട്രീയം വളർത്തിക്കൊണ്ടുവരാം. അതിനാണ് ജന്മഭൂമികൾ, അതിനാണ് പഴയ ഇവിടെ തന്നെയാണ് പ്ലാസ്റ്റിക് സർജറി ഉണ്ടായത്. ഗണപതിയുടെ മുഖം പ്ലാസ്റ്റിക് സർജറി നടത്തി ഉണ്ടാക്കിയതാണ്. ഇവിടെയാണ് വിമാനം കണ്ടുപിടിച്ചത്. പുഷ്പകുമാറാണ് ആദ്യം കണ്ടുപിടിച്ചത്, റൈറ്റ് സഹോദരന്മാരല്ല. ഇവിടെയാണ് ക്ലോണിംഗ് നടന്നത്. ഗാന്ധാരിയുടെ ആ മാംസമുണ്ടമാണ് ആദ്യത്തെ ക്ലോണിംഗ് എന്നൊക്കെ പഠിപ്പിക്കുകയും അത് പാഠപുസ്തകത്തിൽ ചെയ്യുന്ന അന്ധമായ ഒരു യുക്തിയും ആവശ്യമില്ലാത്ത അസംബന്ധ യുക്തികളെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക രാഷ്ട്രീയം അവർ കൊണ്ടുവരുന്നുണ്ട്. പുനരുത്ഥാനവാദികൾ അവരുടെ സാംസ്കാരിക രാഷ്ട്രീയം നന്നായി നടത്തുന്നുണ്ട്. എല്ലാ മന്ത്രവാദ കേന്ദ്രങ്ങളും സജീവമായി, എല്ലാ ഉടൻകൊല്ലി മന്ത്രവാദികളും എല്ലാ കുട്ടിച്ചാത്തൻ കേന്ദ്രങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് പുനരുത്ഥാനത്തിന്റെ രാഷ്ട്രീയം സജീവമായി വരികയാണ്. കേരളത്തിൽ മനുഷ്യന്റെ യാതൊരു പ്രശ്നവും ഉന്നയിക്കാതെ, മനുഷ്യന്റെ പട്ടിണി, വിശപ്പ്, തൊഴിലില്ലായ്മ, രോഗം, ഒറ്റപ്പെടൽ തുടങ്ങി മനുഷ്യവർഗം അനുഭവിക്കുന്ന ഒരു പ്രശ്നവും ഉന്നയിക്കാതെ, അത് വെച്ച് ഒരു കാമ്പയിൻ നടത്താതെ, അസംബന്ധ യുക്തികളും അന്ധവിശ്വാസവും പുരാണവും മാത്രം പറഞ്ഞ് കേരളത്തിലെ 20% വോട്ട് പുനരുത്ഥാനവാദികൾ നേടിക്കഴിഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യം മറച്ചു. കേരളത്തിലെ 20% വോട്ടുകൾ പുനരുത്ഥാന രാഷ്ട്രീയവാദികൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 5 പേരിൽ ഒരാളെ ഈ അന്ധവിശ്വാസത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും
സിദ്ധാന്തത്തിൻ്റെയും യുക്തി കൊണ്ട് കീഴ്പ്പെടുത്താൻ ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പറഞ്ഞു നിലമ്പൂരിൽ കാണുന്നത് അതിൻ്റെ ഒരു കൺസോളിഡേഷനാണ്. ഞാൻ അനിൽകുമാറുമായിട്ട് സംസാരിക്കുകയാണ്. വിമോചന സമരകാലത്ത് ഏത് വിധത്തിലാണോ ഈ മതജാതി സമുദായ സമവാക്യങ്ങൾ കൺസോളിഡേറ്റ് ചെയ്ത് പുരോഗമന ചിന്തകളെ അട്ടിമറിക്കാൻ ശ്രമിച്ചത്, അതിന്റെ തുടർച്ച ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നു. അപ്പൊ അതിന് ബദലായി നമുക്ക് വെക്കാവുന്നത് പുരോഗമന യുക്തി ബോധത്തിൽ അധിഷ്ഠിതമായ ശാസ്ത്രാടിത്തറയുള്ള ഒരു സാംസ്കാരിക ബോധമാണ്. അതിലേക്കാണ് തിരിഞ്ഞു നോക്കേണ്ടത്. അല്ലാതെ ഓർമ്മകളുണ്ടായിട്ടില്ല. പഴയ കാര്യം പറഞ്ഞത് കാര്യം എന്താ വെച്ചാൽ പഴയതിലേക്ക് പറയണം. കാരണം ഒരു നൂറ്റാണ്ട് പിന്നിലേക്ക് നോക്കിയാൽ ഇതിനൊക്കെ വിത്തിട്ടത് ഒറ്റ നൂറ്റാണ്ട് മുമ്പാണ്. അതൊന്ന് വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കത്തെ ചുറ്റുമുതലിന് ചുറ്റുമുള്ള വഴിയിലൂടെ പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാൻ, പക്ഷെ മനുഷ്യന് നടന്നുകൂടാ. അവിടെ ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ഒരുമിച്ച് നടത്തിയ സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഒരുപക്ഷെ ഗാന്ധിയുടെ സത്യാഗ്രഹം ആദ്യമായി വിജയിച്ച സ്ഥലം വൈക്കം. നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം വൈക്കം സമരത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഗാന്ധിയുടെ സത്യാഗ്രഹ സമരം വിജയിച്ചത്. ഗാന്ധി നേരിട്ട് വന്നു. അന്ന് ഗാന്ധിയെ ഇണ്ടംതുരുത്തി മനയിൽ കയറ്റിയില്ല. നമ്പയാതിരി പറഞ്ഞു, വൈശ്യനാണ്, ബ്രാഹ്മണനില്ല, തിരിക്കാൻ വൈശ്യൻ അധികാരമില്ല. അതുകൊണ്ട് മുറ്റത്തൊരു പന്തലിട്ട് ഗാന്ധിയെ അവിടെ ഇരുത്തിയിട്ടാണ് നമ്പ്യാതിരി കണ്ടത്. ഇന്ന് വൈക്കത്തെ ആ ഇണ്ടംതുരുത്തി മന AITUCയുടെ വൈക്കം താലൂക്ക് ചെത്തു തൊഴിലാളി യൂണിയൻ ഓഫീസാണ്. ഈ CK വിശ്വനാഥൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയാൻ രൂപം നമ്മുടെ ബിനോയ് വിശ്വത്തിന്റെ പിതാവ് തനിക്ക് വീടില്ല, തനിക്ക് പാർക്കാനാണെന്ന് പറഞ്ഞ് ഇണ്ടംതുരുത്തി മന വിലയ്ക്ക് വാങ്ങി വീടില്ലാതിരുന്നിട്ടും ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസാക്കി. ഒരു ചരിത്രത്തിന്റെ പ്രതികാരം പോലെ ഗാന്ധിയെ കയറ്റാത്ത ഇണ്ടംതുരുത്തി മന ഇപ്പോഴുണ്ട്. അതാണ് ആ ഒരു അട്ടിമറിയുടെ തുടക്കം. അത് മാത്രമല്ല, വൈക്കം സത്യാഗ്രഹം അത് ഒരുപാട് ആളുകൾ വന്നു, അകാലികളോട് വന്നു. പെരിയാർ EV രാമസ്വാമി നായ്ക്കർ വന്ന് പ്രസംഗിച്ച ചരിത്രപ്രസിദ്ധമായ പ്രസംഗമാണല്ലോ. ബ്രാഹ്മണൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ശൂദ്രൻ, അതൊക്കെ ബ്രാഹ്മണന്റെ മുഖത്ത് തിരിച്ചിങ്ങന്റെ മുഖത്തു നിന്നും കയ്യിൽ നിന്നും അരക്കെട്ടിൽ നിന്നും വാദത്തിൽ നിന്നും ജനിച്ചാണെന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ള അവർണന്മാരൊക്കെ എവിടെ നിന്ന് ജനിച്ചു എന്ന് രാമസ്വാമി നായ്ക്കർ ചോദിച്ചു. അതിനാരും മറുപടി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അവരൊക്കെ സ്വന്തം തൊണ്ടയ്ക്ക് ജനിച്ചു. അങ്ങനെ അവർണരും നിന്ദിതരും നിരാശ്രയരും ബഹിഷ്കൃതരും തിരസ്കൃതരുമായവരുടെ ഒരു സാംസ്കാരിക രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജാതിയല്ല, മതമല്ല, മനുഷ്യനാണ് പ്രധാനം. സംഗീത മുദ്രാവാക്യം മാത്രമല്ല, അതൊരു ചരിത്ര മുദ്രാവാക്യമാണ്. ജാതി മനുഷ്യനെ ജാതിയില്ലാത്ത മനുഷ്യനാക്കി, മതമനുഷ്യനെ മതമില്ലാത്ത മനുഷ്യനാക്കി, അല്ലെങ്കിൽ മതാതീത മനുഷ്യനാക്കി. നമ്മൾ അന്ന് നവോത്ഥാന കാലത്ത് കലാസാംസ്കാരിക പ്രവർത്തനത്തിലൂടെ ചെയ്തത് ജാതി പാട്ടുകളെ മനുഷ്യപ്പാട്ടുകളാക്കി, ജാതി ആചാരങ്ങളെ മനുഷ്യാചാരങ്ങളാക്കി. ഇന്ന് വീണ്ടും ജാതിയാക്കിയത് പിരിച്ചെടുക്കുക എന്നതിൽ മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ട്. നമ്മുടെ സൂക്ഷ്മ രാഷ്ട്രീയത്തിന്റെ ഒരു വിശകലന സാമഗ്രി വെച്ച് പഠിക്കേണ്ടതാണ്. മനുഷ്യനായ മലയാളിയെ വീണ്ടും ജാതിയാക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട്. ആ ജാതിയാക്കുന്നവരുടെ ലാഭം വേറെ ചിലതാണ്. എന്നാൽ നമ്മൾ നവോത്ഥാനത്തിന്റെ തുടർച്ചയിലുണ്ടായിരുന്ന സാംസ്കാരിക പ്രവർത്തനം ആകെ മൊത്തം എടുത്തു പഠിച്ചാൽ ജാതിയിൽ നിന്നും മതത്തിൽ നിന്നും മനുഷ്യത്വത്തിലേക്ക്, മാനവികതയിലേക്ക് ആളുകൾ വളർത്തുക. ഈ ഇങ്ങനെ പ്രസംഗം ആശയം പറഞ്ഞപ്പെടുന്നത് മനസ്സിലാവില്ല. ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയാം. നമുക്ക് ആദ്യമുണ്ടായ പാട്ടുകൾ നാടകപ്പാട്ടുകളാണ്, വിശേഷം KPSCയുടെ പാട്ടുകളാണ്. നാടക പ്രസ്ഥാനം നവോത്ഥാനത്തിന്റെ രണ്ട് കലാരൂപങ്ങളാണ് കേരളത്തിൽ പ്രബലമായിട്ടുണ്ടായിരുന്നത്. ഒന്ന് നാടകവും മറ്റൊന്ന് കഥാപ്രസംഗവും. രണ്ടും ഇപ്പോൾ കഥാപ്രസംഗം ഏതാണ്ട് അവസാനിച്ചു. നാടകം അവസാനിച്ചിട്ടില്ല, ചത്തും ജീവിച്ചു നാടകം കഴിയുന്നുണ്ട്. ഈ രണ്ട് ശക്തികൾ, നാടകം വളരെ പ്രധാനമായിരുന്നു. 29 വീട്ടിപ്പെട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് അവതരിപ്പിക്കുമ്പോൾ സദസ്സിൽ സവർണ പുരുഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്പൂതിരി സ്ത്രീയെ മോചിപ്പിക്കാൻ വേണ്ടി, സ്ത്രീയുടെ മോചനത്തിന് വേണ്ടി എഴുതിയ നാടകം അവതരിപ്പിക്കാൻ ഉണ്ണി നമ്പൂതിരി പക്ഷം എന്തൊക്കെ കലാപം കൂട്ടിയിട്ടും യാഥാസ്ഥിതികന്മാർ സമ്മതിച്ചില്ല. യോഗക്ഷേമ സഭയിലെ യാഥാസ്ഥിതികന്മാർ പറഞ്ഞു, സ്ത്രീകൾ വേണമെങ്കിൽ നാടകം കണ്ടോട്ടെ, പക്ഷെ സ്ത്രീകളെ ആരും കാണരുത്. അതെങ്ങനെയാണ് പണി? അങ്ങനെയാണ് കുത്തനെ കുത്തി നിർത്തിയ ഓലമറയ്ക്ക് പിന്നിലും പുത്തലുകൾക്ക് പിന്നിലും നിന്നിട്ടാണ് ആദ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടി എഴുതപ്പെട്ട നവോത്ഥാന നാടകം സ്ത്രീ കണ്ടത്. അന്ന് സദസ്സിൽ സവർണ പുരുഷനേ ഉള്ളൂ. വർഷം 1929. ആ ഒറ്റ നാടകം കൊണ്ടാണ് അനവധി നമ്പൂതിരി സ്ത്രീകൾ മനുഷ്യരായി. ആ ചരിത്രം ഞാൻ വിസ്തരിക്കുന്നില്ല. പിന്നെ രമ്മാമ്പിയുടെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, പ്രേംജിയുടെ ഋതുമതി,
നവോത്ഥാന നാടകങ്ങൾ എന്നറിയപ്പെട്ട 3 നാടകങ്ങൾ നമ്പൂതിരി സ്ത്രീകളെ മോചിപ്പിച്ചു. നമ്പൂതിരി സ്ത്രീകൾ വിശേഷം മാധവനൊക്കെ കൂടുതൽ പറയാൻ പറ്റും. ഇല്ലത്തിന് പുറപ്പെടുകയും ചെയ്തു. അമ്മക്ക് എത്തിയതുമില്ല എന്ന മട്ടിൽ പുറത്തിറങ്ങിയ നമ്പൂതിരി സ്ത്രീകൾ സംഘടിച്ച് ലക്കിടിയിൽ തൊഴിൽ കേന്ദ്രം സ്ഥാപിച്ചു. അന്നാണ് സ്ത്രീകളുടെ തത്വത്തിൽ ആദ്യത്തെ നാടകം തൊഴിൽ കേന്ദ്രത്തിലേക്ക്. അത് എഴുതിയാളുടെ പേരില്ല, അത് എഴുതിയത് ഒരാളല്ല, അനവധി സ്ത്രീകൾ ഒന്നിച്ചെഴുതിയത്. സ്ത്രീകളാണ് അഭിനയിച്ചത്, സ്ത്രീകളാണ് സംവിധാനം ചെയ്തത്. ആദ്യത്തെ സ്ത്രീ കർത്തൃത്വത്തിലുള്ള കലാരൂപവും ഈ നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായത്. പിന്നെയാണ് പാട്ടബാക്കി എൻ്റെ പ്രദേശത്ത് തന്നെയാണ് പൊന്നാനിയിൽ കൊരഞ്ഞൂരിൽ പൊന്നാനി താലൂക്ക് കർഷക സമ്മേളനത്തിന് ആദ്യമായി കെ ദാമോദരൻ എന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ സൈദ്ധാന്തിക ആചാര്യനായ ഒരാൾ നാടകം എഴുതുന്നു. നാടകക്കാരെന്ന് പേരെടുക്കാനല്ല, കർഷക തൊഴിലാളിയുടെയും കർഷകന്റെയും ജീവിത ദുരിതം അവർ തന്നെ കാണിച്ചു കൊടുക്കാനാണ്. ആ ഒരൊറ്റ നാടകമാണ് കർഷകന്റെ പല പ്രശ്നങ്ങൾക്കും വേദിയിൽ നിന്ന് പരിഹാരം ഉണ്ടാക്കിയത്. പിന്നീട് ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി, മലബാർ നാടകവേദി പറഞ്ഞാൽ ചെറുകാടിന്റെ നമ്മളൊന്ന്, ചെറുകാടിന്റെ തന്നെ വേറെയും കുറെ നാടകങ്ങൾ, തറവാടിന്റെ മാനം, EK അയമുവിന്റെ നല്ലൊരു മനുഷ്യനാകാൻ നോക്കുന്നത്. ഇന്നിപ്പോൾ നിലമ്പൂർ ആയിഷ്ടാണ് ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. ഈ നിലമ്പൂർ അവയവക്കെതിരെയാണ് ഒരുപാട് അധിക്ഷേപം ഉന്നയിച്ചത്. ആയിഷത്ത വെടിയുണ്ടകൾക്ക് നടുവിൽ നിന്ന് അഭിനയിച്ച സ്ത്രീയാണ്. മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു സ്ത്രീ അഭിനയിക്കാൻ വന്നപ്പോൾ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു. എയർഗൺ കൊണ്ട് വെടിയേറ്റ് ചോര വാർന്നു വലിച്ച് അഭിനയിച്ച സ്ത്രീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അന്ന് നിലമ്പൂർ ആയിഷ, നിലമ്പൂർ ബാലൻ, വിജയലക്ഷ്മി, ഡോക്ടർ ഉസ്മാൻ, EK അയമു, KG ഉണ്ണിയും, KT മുഹമ്മദ്. KT അക്കാലത്ത് അതിന്റെ ഭാഗമായിരുന്നു. KT മലപ്പുറത്തുകാരനാണ്. അതിലാണ് ആദ്യമായിട്ടൊരു മാപ്പിളപ്പാട്ട് വിപ്ലവഗാനമായിട്ട് വരുന്നത്. കേരള ചരിത്രത്തിൽ ആദ്യത്തെ മാപ്പിളപ്പാട്ട് വിപ്ലവഗാനമായത് നല്ല മനസ്സിലാക്കാൻ നോക്കുന്ന നാടകത്തിലാണ്. അല്ല പടച്ചൊരു ഭൂമിയിലിന്നൊരു കൂട്ടര് പുത്രകയാക്കി നിർത്തി അതിനുടയതിലും നിലയുമ ഇതുവരെ കണ്ടിടുകാതെ ജന്മി അകലയിലും നിട്ടതിൽ വിളയുന്നത് തിന്നുകയാണേ റബ്ബേ തിന്നുകയാണേ. പഴയ കുറിച്ചിട്ട് പക്ഷെ ആ പാട്ട് ഓർമ്മയുണ്ടോ? അല്ല പടച്ച ഭൂമി ഒരു കൂട്ടര് കുത്തകയാക്കി നിർത്തി അതിൻ്റെ അതിർത്തിയും നിലയും അറിയാതെ ചൂഷണം ചെയ്ത് അതിൽ വിളയുന്നത് കൈയടക്കി വയ്ക്കുന്ന ജന്മിത്വത്തിനെതിരെയുള്ള വലിയ ശക്തമായ ഒരു പോരാട്ടം ആ പാട്ടിലുണ്ടായി. അങ്ങനെയാണ് നമുക്ക് മാപ്പിളപ്പാട്ട് എല്ലാവർക്കും പാടാവുന്ന പാട്ടാവുന്നു. കുറത്തിപ്പാട്ട്, കുഴുവപ്പാട്ട്, പുലയപ്പാട്ട്, ചെറുമപ്പാട്ട്, ബ്രാഹ്മണിപ്പാട്ട്, മാപ്പിളപ്പാട്ട് എന്നിങ്ങനെ ജാതി തിരിച്ചു മാത്രം കളയുന്ന പാട്ടുകളെ ചേർത്തതിലെ ജാതിത്വം കളഞ്ഞ് മനുഷ്യപ്പാട്ടുകൾ ഉണ്ടാകുന്നു. അപ്പോൾ കേരളീയ രാഷ്ട്രീയ ചരിത്രത്തിൽ സാംസ്കാരിക രാഷ്ട്രീയം മുന്നിൽ വെച്ചത് ഇടതുപക്ഷം പിൽക്കാലത്ത് സാക്ഷാത്കരിച്ച, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിൽക്കാലത്ത് സാക്ഷാത്കരിച്ച മനുഷ്യബോധത്തിന്റെ അടിത്തറയാണ്. ആ അടിത്തറയിലാണ് ഈ പാട്ടുകളൊക്കെ ഉണ്ടായത്. ONV ഒരു കുറത്തിപ്പാട്ടിന്റെ വൃത്തത്തിലാണ് പ്രശസ്തമായ വിപ്ലവഗാനം. അത് നാടകത്തിന് വേണ്ടി എഴുതിയതല്ല, പിന്നീട് KPSCയുടെ നാടകത്തിലേക്ക് ചേർത്തതാണ്. ഇത് കുറത്തി വൃത്താണ്, ഏറ്റവും കീഴടക്കമായ ഒരു പാട്ട് വൃത്താണ്. പക്ഷെ കുറത്തി വൃത്തത്തിലല്ല നമ്മൾ കേട്ടത്. ഞാൻ വലിയ സാറിന് ചോദിച്ചു ഈ കുറത്തി വൃത്തം എന്താണ് സ്വീകരിക്കേണ്ടത്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ വലിയ മറുപടി, കൊങ്ങശ്ശേരി കൃഷ്ണൻ കുറത്തി വൃത്തത്തിൽ ഒരു കാവ്യം എഴുതി. ഞാൻ കണ്ടിട്ടില്ല. കൊങ്ങശ്ശേരി കൃഷ്ണൻ നമ്മുടെ പ്രദേശത്ത് മലബാറുകാരനാണ്. കൊങ്ങശ്ശേരി കൃഷ്ണൻ കുറത്തി വൃത്തത്തിൽ എഴുതിയ ഒരു പാട്ടിന്റെ മാതൃക വെച്ചിട്ടാണ് ഞാൻ ആ പാട്ട് ആദ്യം എഴുതുന്നത്. കുറത്തി വൃത്തം കീഴാള വൃത്തമാണ്. പക്ഷെ ദേവരാജനും അതിനെ മനുഷ്യവൃത്തമാക്കി. പുന്നരിവാളം പിള്ളിയിൽ കണ്ണെറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ എന്ന് ഇവിടെ മരിച്ച കമ്മ്യൂണിസ്റ്റുകാരനും എഴുന്നേറ്റ് നിന്ന് ഇംഗുരാവ് വിളിക്കാൻ തോന്നുന്ന ഒരു വിപ്ലവ രീതിയും. പാട്ടുകാരന് നാളെയുള്ള കാട്ടുകാരനല്ലോ, നാളെയുള്ള കാവൽക്കാരനാണ് പാട്ടുകാരൻ. പാട്ടുകാരൻ പാടേണ്ടത് നാളേക്ക് വേണ്ടിയാണ്, അന്നത്തെ അന്നത്തിന് വേണ്ടിയല്ല. അതാണ് എൻ്റെ വ്യത്യാസം. കച്ചവടവൽക്കരിക്കപ്പെട്ടിട്ടുള്ള കല, സാംസ്കാരിക രക്തസാക്ഷികൾ എന്നൊരു വിഭാഗമുണ്ട്. എന്ന് പറഞ്ഞാൽ ആരും സമ്മതിച്ചില്ല. ഈ നേരിട്ട് പറ്റി വെച്ചവരെ പോലെ തന്നെ പ്രധാനപ്പെട്ടവരാണ് കലാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത് ഒന്നും നേടാതെ മരിച്ചുപോയത്. ഒരു വാർഡ് മെമ്പർ പോലും ആയിട്ടില്ല അവരാരും. ആകെ അപവാദം തോപ്പിൽ ബാസിയാണ്. തോപ്പിൽ ബാസി എന്താണ് MLA കമ്മീഷൻ അല്ല കമ്മീഷൻ MLA അതായത് തോപ്പിൽ ബാസി MLA ആയിട്ടില്ല. മറ്റാരും ഒരു രാഷ്ട്രീയ അധികാരത്തിൽ വന്നില്ല. അവരൊക്കെ സാംസ്കാരിക രക്തസാക്ഷികളായി പോരടിച്ചു. KPSCയുടെ ജീവവായുവായിരുന്നു തോപ്പിൽ ബാസി.
തൊപ്പിൽ ഭാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി ചവറയിലെ തട്ടാശ്ശേരിയിലെ ഒരു ഓരട്ട കേസിൽ ഇന്നേക്ക് 75 വർഷം മുമ്പ് 73 വർഷം മുമ്പ് ആദ്യമായിട്ട് അവതരിപ്പിക്കുമ്പോൾ ആദ്യത്തെ നാടകം എൻ്റെ മകനാണ് ശരിയാണ്. 75 വർഷമായി APSC. രണ്ടാമത്തെ നാടകമാണ്. അത് അവതരിപ്പിച്ചപ്പോൾ ആ നാടകത്തിലൊരു പ്രധാന കഥാപാത്രമുണ്ട്. യാഥാസ്ഥിതികനായ പരമമൂരാച്ചിയായ പരമപിള്ള മനപരിവർത്തനം വന്ന് നാടകത്തിന്റെ അവസാനം ആ കർഷക തൊഴിലാളി പെണ്ണ് പിടിച്ചിരിക്കുന്ന കൊടി ചൂണ്ടി ആലേ ആ കൊടി ഒന്നിങ്ങോട്ട് കാട്ടി ഞാനതൊന്ന് പൊന്തിച്ചു പിടിക്കട്ടെ എന്ന് പറഞ്ഞ് രക്തസാക്ഷികൾ ചങ്കല ചോര കൊണ്ട് നിറം പകർന്ന ചെങ്കൊടി എടുത്ത് ആകാശത്തേക്ക് പൊന്തിച്ചപ്പോൾ തട്ടാശ്ശേരിയിൽ നടന്നു നിന്ന 10,000-കണക്കായ ആളുകൾ എഴുന്നേറ്റ് നിന്ന് സ്വയം അറിയാതെ ചങ്കുപൊട്ടും ആ ഉച്ചത്തിൽ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചത് സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഒരു വലിയ സ്വാധീനം കൊണ്ടാണ്. അല്ലാതെ ഒരു നേതാവ് ഇൻകുലാബ് വിളിക്കട എന്ന് വിളിപ്പിച്ചതല്ല. ജനങ്ങൾ വികാരം, നേരത്തെ ജിതിൻ ബാബു എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ വികാരത്തോടുകൂടി പറയുന്നു, ഒരു വികാരം ഉണ്ടാകുന്ന വൈകാരികത കൊണ്ട് തന്നെയാണ് എഴുന്നേറ്റ് വിളിച്ചത്. അങ്ങനെയാണ് APSC നാടകങ്ങൾ തെക്കൻ തിരുവിതാംകൂർ കാളിദാസ കലാകേന്ദ്രം, SL പുരം സുധാനന്ദൻ, PJ ആന്റണി, കാമ്പിശ്ശേരി കരുണാകരൻ. ഇന്ത്യയുടെ അത്ഭുതം കാമ്പിശ്ശേരി കരുണാകരന്റെ ജന്മശതാബ്ദിയാണ്, തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദിയാണ്, PJ ആന്റണിയുടെ ജന്മശതാബ്ദിയാണ്, കെടാമംഗലം സദാനന്ദന്റെ ജന്മശതാബ്ദിയാണ്, വൈക്കം സത്യാഗ്രഹത്തിന്റെ 100 കഴിഞ്ഞു. ശ്രീനാരായണ ഗുരു ലോകത്താദ്യമായി ഒരു വലിയ സർവമത സമ്മേളനം നടത്തിയിട്ട് 100 വർഷമായി. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കൂടിക്കണ്ടതിന്റെ 100 വർഷമായി. ഈ 100 വർഷം ഞാൻ പറഞ്ഞത്, ഈ 100 വർഷം ഓർക്കേണ്ടത് നവോത്ഥാന രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നവരുടെ ഒരാവശ്യമാണ്. തീർച്ചയായും ഈ 100 വർഷം എന്താണ്, ഈ 100 വർഷം നടന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. പല നാടകങ്ങളുടെതൊക്കെ പറഞ്ഞാൽ വിസ്താരം ഭയങ്കര ഞാൻ ചുരുക്കുക, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കഥാപ്രസംഗത്തിൽ പ്രധാനപ്പെട്ട കല, കലാമംഗലത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കഥാപ്രസംഗം പറയാതിരിക്കാൻ നോക്കിയില്ലല്ലോ. ചങ്ങമ്പുഴയുടെ രമണൻ മാത്രം കെടാമംഗലം 4500 വേദികളിലാണ് പറഞ്ഞത്. എന്റെ നാട്ടിലെ നിരക്ഷരരായ ആളുകൾ മുഴുവൻ രമണൻ ചൊല്ലും. അക്കാലത്ത് രമണൻ അയക്കാൻ വേണ്ടി മാത്രം എടപ്പള്ളിയിൽ ഒരു പോസ്റ്റ് ഓഫീസിൽ രമണൻ പട്ടാളക്കാർ കൊണ്ടുപോകും പറയും. രമണൻ മാത്രം, രമണൻ ഇന്നൊരു പക്ഷെ കാൽപ്പനിക വിഡിത്തമാണെന്ന് പൊതു കവികൾ പറയുമായിരുന്നു. പക്ഷേ ഒരു പാവപ്പെട്ടവന് പ്രണയിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഉണ്ടായ ആദ്യത്തെ കവിത ചന്ദ്രിക എന്ന സമ്പന്നകുമാരിയെ പ്രേമിച്ച ആട്ടുമയക്കാരനായ ദരിദ്രനായ രമണൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഇയാൾ ദരിദ്രനായതുകൊണ്ടാണ്. അതിനെതിരായി നടന്ന ദരിദ്രന്റെ പ്രണയിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരം 4000 വേദികളിലാണ്. ഇപ്പോഴും എന്റെ നാട്ടിലൊക്കെ ഞാൻ ആദ്യം രമണൻ കേൾക്കുക, രമണൻ റാണി ഒന്ന് വായിച്ചല്ല, തിരുനെല്ലൂരിന്റെ റാണി ഇടക്കൊച്ചി പ്രഭാകരൻ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. സാംബശിവൻ പറഞ്ഞിട്ടുള്ളത് പോയി നീന്തുന്നോരായിരം തോണിയിലൊന്നിൽ മദാലസയാം ജലദേവത പോലെ പൊമ്രാണി റാണിയെന്നോ മനപ്പേരവൾ കേകിയ ഭാവനയാരുടേതാവാം നാഗകലകളിൽ മണ്ണിൽ എഴുതിയ നാടൻ കലയുടേതാവാം. റാണിയുടെ മുഴുവൻ വരികളും പടങ്ങികൾ നിന്നിട്ടല്ല. ചങ്ങമ്പുഴയുടെ രമണന്റെ എത്രയോ വരികളുണ്ട്. തളിരും മലരും തരുപ്പടർക്കും തണലും തണുപടർക്കും കളകളം പെയ്തങ്ങുമിങ്ങും ഇണകി പറക്കുന്ന പക്ഷികളും പരിമൃദു കല്ലോല വീണമീട്ടി പതറിപ്പതഞ്ഞു ചോലകളും ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകളും സസ്യവിധാനിതമാം പല പല താഴ്വര തോപ്പുകളും പവിഴക്കതിർക്കൂലച്ചാർത്തണിഞ്ഞ പരിചരും നെൽപ്പാട വീതികളും ഇടകന്റെ പാട്ട്. ഇതിനെ കേരളീയമായ ചൊല്ലുവഴി കവിതകൾക്കുണ്ടായി. എത്രയോ കവിതകളുണ്ട്. വാഴക്കുല 2500 വീടുകൾ കിടാമംഗലത്തിന്റെ
അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിയാണ് അടുത്ത വർഷം. യുവരാസാദിയുടെ പ്രധാനപ്പെട്ട ജോലി അതുകൂടിയാണ്. യുവരാസാദിയുടെ പറവൂർ ജില്ല, പറവൂർ അക്കാലത്ത് കിടാമംഗലം പി ഭാസ്കറിന്റെ ജന്മശതാബ്ദിയാണ്. പറഞ്ഞ വിഷയം മാറിപ്പോകും. ഭാസ്കരൻ മാഷ്, ഞാൻ ഈയിടെ ഒരു ക്വിസ് നടത്തി, ഭാസ്കറിന്റെ അനുസ്മരണത്തിൽ വെച്ച് കുട്ടികൾക്ക് വേണ്ടി ക്വിസ് നടത്തി. ഒരു ചോദ്യം, വയലാർ ദർജിക്കുരു എന്ന കവിത എഴുതിയതാരാണ്? 3 ചോയ്സ് കൊടുത്തിരുന്നു. ഒന്ന് വയലാർ രാമവർമ്മ, മറ്റൊന്ന് വയലാർ രവി, മൂന്നാമത് പി ഭാസ്കരൻ. 99% കുട്ടികൾ എഴുതിയത് വയലാർ രവിയാണ്. വയലാർ രാമവർമ്മ എഴുതിയ മനസ്സിലാക്കാൻ എനിക്ക് സമാധാനം. കോൺഗ്രസ്സുകാർ പോലും ആലോചിക്കാൻ അതിപ്പോൾ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിലും കുട്ടികൾ വയലാർ രവിയെ ഓർത്തു വല്ലോ. വയലാർ പി ഭാസ്കരനാണ് വയലാർ ദർജിക്കുന്നത് കാവ്യം എഴുതിയതെന്ന് ഒരു തലമുറയ്ക്ക് അറിയില്ല. ഉയരും ഞാൻ, നാടാകെ പടരും ഞാൻ, ഒരു പുത്തൻ ഉയർ നാടിനെ നേടിക്കൊണ്ട് ഉയരും വീണ്ടും. ഇപ്പൊ നമ്മൾ ഓർക്കാറില്ല. കമ്മ്യൂണിസ്റ്റുകാർ വിചാരിച്ചു ജഗദ്ഗുരു ആദ്യഹരനെ കുറിച്ച് സിനിമ നിർമ്മിച്ചതോടുകൂടി ഇദ്ദേഹം മൂരാജിയാണെന്നും പിന്തിരിപ്പനാണെന്നും മുദ്ര കുത്തി. കുത്താൻ എടുപ്പാണ്, ആ മുദ്ര തിരിച്ചെടുക്കാൻ തോന്നില്ല. ഇപ്പോൾ നമുക്ക് ഭാസ്കരൻ പറഞ്ഞത് ശരിയായിരുന്നു തോന്നുന്നു. കാരണം ദാമോദരനും ഭാസ്കരനും NE ബാലറാമും ഒക്കെ പറഞ്ഞത് ഈ ഭാരതീയതയൊന്നും അങ്ങനെ ആർക്കെങ്കിലും അട്ടിപ്പേറായി കൊടുക്കേണ്ടതല്ല. ഭാരതീയത പണിയെടുത്ത് കൊടുക്കുന്ന മനുഷ്യന്മാർക്ക് അവകാശപ്പെട്ടതാണ്. ബാലറാമിന്റെ നാട് ഇവിടെ അടുത്താണല്ലോ. ഇവിടെയല്ലേ പിണറായി പാറപ്പുറത്ത് തന്നെയാണ് ആയുധത്തിൽ തിരിച്ചത്. ബലറാം, NE ബാലറാമാണ് ഇന്ത്യൻ സംസ്കൃതിയെ ഡയലക്ടിക്സിന്റെ സ്കെയിൽ ഉപയോഗിച്ച് ഇത്രയും ആഴത്തിൽ പഠിച്ച 2 മഹാപണ്ഡിതന്മാർ. കെ ദാമോദരനും NE ബാലറാമുമാണ്. ഇന്ത്യൻ സംസ്കൃതി എന്ന് പറഞ്ഞാൽ RSSകാർക്ക് തീരെഴുതി കൊടുക്കേണ്ടതല്ല, അത് ജനവർഗത്തിൻ്റെതാണ്. ഇവിടെ കണാദൻ ഉണ്ടായിരുന്നു, കപിലൻ ഉണ്ടായിരുന്നു, ലോകായതന്മാരുണ്ടായിരുന്നു, ചാർവാകന്മാരുണ്ടായിരുന്നു, ഗൗതമനുണ്ടായിരുന്നു. അവരൊക്കെ ഭൗതികവാദികളായിരുന്നു. പ്രാചീന ഭാരതത്തിലെ ഭൗതികവാദം ലളിതക്കാലത്തെ കൊണ്ട് തുടങ്ങിയ പാശ്ചാത്യ ഭൗതികവാദത്തെക്കാൾ ആഴമേറിയ പഠിക്കപ്പെടേണ്ടതാണ്. ഭാരതീയത അങ്ങനെ പലതുമാണ്. ഞാൻ പറഞ്ഞു വന്നത് NE ബാലറാമിനെ കുറിച്ചൊക്കെ ഓർക്കാതിരിക്കാൻ വയ്യ. പിന്നെ അങ്ങനെ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് CPI-കാരാണ്. ഒന്ന് നമ്മുടെ ഉണ്ണിരാജയാണ്, ഒന്ന് ഈ ചന്ദ്രശേഖരൻ നായരാണ്, ഒന്ന് കൊള്ളാടി കൂടിയാണ്. ഈ പാർട്ടി പടർന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ദുരന്തമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ ദുരന്തമായതുകൊണ്ട് നല്ല വിവേകവും വിവരവും നല്ല മനുഷ്യസ്നേഹവും ഉണ്ടായിരുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകളെ മനഃപൂർവ്വം കുഴിവെട്ടി മൂടാൻ പിൽക്കാലത്തെ പലരും പരിശ്രമിച്ചു. കുഴിയിൽ നിന്ന് പൊന്തിക്കാൻ നമ്മൾ ശ്രമിച്ചത് വേണ്ടത്ര ആയതുമില്ല. ദാമോദരനെയോ NE ബാലറാമിനെയോ ഈ ചന്ദ്രശേഖരനായ വളരെ തീക്ഷണമായിട്ടാണ് ഉണ്ണിരാജയോ. കൊളാടി എൻ്റെ പ്രദേശത്തുകാരാണ്. വാൽമീകി രാമായണം കൊളാടി പരിഭാഷപ്പെടുത്തുന്നത് 40 കൊല്ലം മുമ്പാണ്. അന്നൊരു കമ്മ്യൂണിസ്റ്റുകാരൻ വാൽമീകി രാമായണം പരിഭാഷപ്പെടുത്തുകയോ എന്ന് നെറ്റി ചോദിച്ചവരോട് ഇപ്പം മറുപടി പറയാം. വാൽമീകി രാമായണം കമ്മ്യൂണിസ്റ്റുകാർക്ക് തൊടാൻ പാടില്ലാത്തൊന്നുമല്ല. അത് ജനവർഗങ്ങളുടേതാണ്. ഒരു കാട്ടാളൻ എഴുതിയ കാവ്യമാണ്, ആദിവാസിയുടെ കാവ്യമാണ്. മഹാഭാരതം ഒരു കുക്കുവിന് എഴുതിയ കാവ്യമാണ്, ലളിതന്റെ കാവ്യമാണ്. സവർണന്റെ അവകാശമല്ല ഇത് പറയേണ്ട ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റുകാർക്ക് കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യേണ്ട പണികളിൽ ഒന്ന്, ഈ സംസ്കാരം എന്നത് സവർണന് തീരെഴുതി കൊടുക്കേണ്ടതല്ല. അതിവിടുത്തെ കീഴാള മനുഷ്യരുടെ, വർഗ മനുഷ്യരുടെ, പോരാടുന്ന മനുഷ്യരുടേതാണ്. അതാണ് നമ്മൾ നവോത്ഥാനാനന്തര രാഷ്ട്രീയകാലത്ത് ചെയ്തത്. പോരാടുന്ന മനുഷ്യരുടെ പാട്ടുകളെ നമ്മൾ ജനകീയ പാട്ടുകളാക്കി, ജാതി പാട്ടുകളെ മനുഷ്യപ്പാട്ടുകളൊക്കെ ആക്കിയതുപോലെ തന്നെ APSCയുടെ നാടകപ്പാട്ടുകളൊന്നും വീണ്ടും പഠിക്കേണ്ടതാണ്. നമ്മുടെ നാടക ചലച്ചിത്ര ഗാനങ്ങളെ കുറിച്ച് പഠിച്ചാൽ അതൊരു വലിയ സാധ്യതയാണ്. ഒരു കൊയ്ത്തുപാട്ടാണ്. ആ പാട്ടാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ചിരപരിചിതം തോന്നുന്നത് അനേക സഹസ്രാബ്ദങ്ങൾ പണിയെടുത്ത മനുഷ്യൻ പണിയെടുത്ത് കൊടുക്കുന്നതിന്റെ ഭാഗമായി പാടിയ നാട്ടുവായ്പാരികളിൽ നിന്നാണ് ഈ പാട്ട് ജനിച്ചിരിക്കുന്നത്. ഇളവില്ലാ വേല ചെയ്ത് തളരുന്ന നേരമാണ് ഇതുവഴി പോരുമോ നീ എന്നല്ലേ, മുള്ളം കാടുകളിൽ എല്ലാം പാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലർക്കാവുകളിൽ വല്ലികളിലൂയലാടും തെന്നലേ തെന്നലേ. ഇരാളപ്പട്ടണം ഈണമാണ്. പള്ളിക്കുടിനുള്ളിലിരിക്കും പുള്ളിക്കുയിലേ പാടും പുള്ളിക്കുയിലേ പാടും, മാനം പൂത്തതറിഞ്ഞില്ലേ മലമാല കൊടുക്കാനും. ഈയിടെ ഒരു ബാൻഡിൽ ഒരു പെൺകുട്ടി ചക്കരപ്പന്തൽ പഠിക്കുന്നു. ബാൻഡ് കേൾക്കുമ്പോൾ പാടുമ്പോൾ തന്നെ റാപ്പായി കേൾക്കുമ്പോൾ ഇത് പഴയതാണെങ്കിലും പുതിയ രൂപത്തിൽ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് താല്പര്യം. ചക്കരപ്പന്തലിൽ
ചൊരിയും ചക്രവർത്തി നിന്നോ രാജ്യത്തെ രാജകുമാരിയാൽ വന്നു നിൽക്കാനൊരു മോഹം. ആദ്യത്തെ ഒരുപക്ഷെ പ്രധാനപ്പെട്ട ഒരു പ്രണയഗാനമാണ്. അത് പുതിയ താളത്തിൽ കേൾക്കുമ്പോൾ അതിന് ആ മെലഡിക്ക് എന്തൊരു സൗന്ദര്യമാണ്. ഞാൻ ജോർജിന്റെ പാട്ട് കണ്ടു. ഞാൻ എന്നോട് പറയാറുണ്ട്, ജോർജിനെ ഞാൻ അവസാനം കാണുമ്പോൾ ജോർജ് KPCC പുറത്തായി. ജോർജിന് അസുഖം വന്നു, തൊണ്ടയ്ക്ക് അസുഖം വന്ന് ചികിത്സ കഴിഞ്ഞ് ജോർജ് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന പരിപാടി നാട് ചെയ്യുന്ന കാലത്ത് ഗുരുവായൂരിൽ അദ്ദേഹം ഓൾഡ് ഈസ് ഗോൾഡ് എന്ന പരിപാടിക്ക് വന്നപ്പോൾ ഞാനും ആ പരിപാടിയിൽ പ്രഭാഷകനായിട്ട് പോയി. ഞാൻ ചെറുപ്പമാണ്, അപ്പോൾ പാടാൻ വയ്യ, ജോർജ് ഏട്ടൻ പാടുന്നില്ല എന്ന് ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ആദരം കഴിഞ്ഞ് പാടും പറഞ്ഞു, ജോർജ് ഏട്ടാ ഒരു പാട്ടെങ്കിലും പാടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രോഗം വന്ന് മെലിഞ്ഞ് ഇങ്ങനെ ഒരു ഈർക്കിൽ പോലെ ഉണ്ട്, തൊണ്ട വേദനിക്കുന്നു, ശരീരം വേദനിക്കുന്നുണ്ടാവും. അങ്ങനെ കൃഷഗാത്രനായ ജോർജ് പെട്ടെന്ന് ഒരു വസന്ത വൃക്ഷം പോലെ പൊട്ടി വിടരുന്നതാണ്. കയ്യും കാലമൊക്കെ എടുത്തിട്ടാണ് പാടുക. ജോർജ് പാടുന്നത് കണ്ടവർക്കറിയാം. ഇന്നലെയൊക്കെ നിൽക്കാൻ പാടും. അങ്ങനെ അദ്ദേഹം പാടിയൊരു പാട്ടുണ്ടത് നമുക്ക് മറക്കാൻ കഴിയുന്ന ഒരു പാട്ടാണ്. കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു. കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമുകിൽ മാനത്ത് വന്നു. മിഴി നട്ടു നിന്നൊരു പാടത്തിൻ മാറി അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു. ഒരു കൊടുങ്കാറ്റിൻ്റെ കൈകളിൽ തത്തി കരിമുകിലെങ്ങോ പറന്നു. ഒരു കൊടുങ്കാറ്റിൻ്റെ കൈകളിൽ തത്തി കരിമുകിലെങ്ങോ പറന്നു. അവളുടെ വാർമുടി കെട്ടിൽ നിന്നു മഴവില്ലിൻ തേന്മലർവാനിൽ മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ. അതാണ് ഈ നവോത്ഥാനത്തിൻ്റെ പിന്തിരിഞ്ഞ് നടക്കുന്ന കാലത്തെ, പുനരുത്ഥാനത്തിൻ്റെ ആധിപത്യ കാലത്തെ ഇപ്പോഴത്തെ വിഷാദം. 7 വർണ്ണങ്ങൾ, വിബ്ജിയോർ, മഴവിൽ സംസ്കൃതി. ഈ വിബ്ജിയോർ 7 ചേർന്നാൽ ഒന്നാണ് എന്നാണ് ശാസ്ത്രം നമ്മെ പഠിപ്പിച്ചത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ശിഖനും പാർസിയും ബുദ്ധനും ജൈനനും ചേർന്നാലും ഒന്നാണ് എന്നാണ് ഇന്ത്യയുടെ മഴവിൽ സംസ്കൃതി പഠിപ്പിച്ചത്. അതൊക്കെ കൂടി ഏകശിലാനിർമ്മിതമായ ഒരു സവർണ ഘടനയിലേക്ക്, കൃത്യമായ ഒരു സവർണ മൂശയിലേക്ക് ഉരുക്കിയെടുക്കുന്ന പുനരുത്ഥാന രാഷ്ട്രീയത്തിനെതിരെ നിർത്താൻ ഇന്നും ഇടതുപക്ഷത്തിനുള്ളത് ഈ കലാകാരന്മാർ സമ്പാദിച്ചു തന്ന മനുഷ്യപക്ഷ മഴവിൽ സംസ്കൃതിയാണ്. അത് അതുപോലെ വരില്ല. ഇനിയിപ്പോൾ അതുപോലെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ കാലങ്ങൾ ഒരിക്കലും ചരിത്രം പിന്നോട്ട് നടക്കില്ല. പിന്നിൽ നിന്നുള്ള എടുത്ത് നമുക്ക് മുന്നിൽ കൊണ്ടുവരാനും പറ്റില്ല. പക്ഷെ ആ സംസ്കൃതിയെ നേരത്തെ വേടനെ കുറിച്ചോട് സൂചിപ്പിച്ചു. വേടനും പറയുന്നത് ആശയപരമായിട്ട് തന്നെയാണ്. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കടലെല്ലാം കടലല്ലേ അവളല്ലേ നിന്ന് കട്ടത് എന്നുള്ള പാട്ടിലൊക്കെ ഈ പാവപ്പെട്ട കടപ്പുറത്തെ തൊഴിലാളികളുടെ ജീവിതമാണ് അയാൾ പാടുന്നത്. അയാളുടെ വേദനയാണ്. കടലിന്റെ മക്കളാ, കടലിന്റെ മക്കളാ എന്നാണ് പറയുന്നത്. ഒരു അരിച്ചു കടലിന്റെ മക്കളാന്ന് റാപ്പി പാടിയാലും ഇതൊരു വേദനയാണ്. കഷ്ടപ്പാടുകളിലെ ദുരിതങ്ങളുടെ വേദനകളാണ് KPCയുടെ പാട്ടുകളിലൂടെ. പിന്നീട് ഈ ഭാസ്കരൻ മാഷൊക്കെ ചെയ്ത സേവനം കുറച്ചൊന്നുമല്ല. ഏറ്റവും താഴെത്തട്ടുള്ള പാട്ടുകളെ ജനകീയ പാട്ടുകളാക്കി. ആട്ടെ കോട്ടെ ഇരിക്കട്ടെ കയ്യിലെ, നിന്നെ കാത്തു കാത്തു വല്ലല്ലോ മയിലെ എന്നൊക്കെ സിനിമ പാട്ടിൽ എഴുതാമെന്ന് മാഷാണ് അത് പഠിപ്പിച്ചത്. നാട്ടുവർത്തമാനം പാട്ടിലാക്കി. മോയിൻകുട്ടി വൈദ്യരും ഷുജായും കുളങ്ങര വീട്ടിൽ മൊയ്തൂസ്യാരും ഒക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു മാപ്പിളപ്പാട്ട് പാരമ്പര്യത്തെ എല്ലാവരെയും കൊണ്ട് പഠിച്ചു. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലെത്തിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നടത്തിന് ചേർക്കണേ. അത് മാപ്പിളപ്പാട്ടാണ്, മാപ്പിളപ്പണയാണ്. മലമൂട്ടിൽ നിന്നൊരു മാപ്പിള, മാലാഖ പോലൊരു പെൺപിള, ഇളങ്കാറ്റടിച്ച നേരം അവർ മുളങ്കാട്ടിൽ വെച്ച് കണ്ടത് ക്രിസ്തീയ പ്രണയം. ഇങ്ങനെ എല്ലാ മതവിഭാഗത്തിൻ്റെയും പ്രണയം, ജാതി പ്രണയം. വിരുന്നുകാരന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഭാസ്കരൻ മാഷാണ്. അന്നത്തെ കാലത്ത് നായന്മാർ തറവാടുകളിൽ മരുമക്കത്തായ കൂടികൂടുന്ന വ്യവസ്ഥ പുലരുന്ന MTയുടെ കഥയിലെ നായർ കഥകളിലെ
കഥാപാത്രങ്ങൾക്ക് വേണ്ടിയാണ് ഈ. അപ്പൊ അമ്മാവന്റെ മകൻ വിരുന്നുകാരനായി വന്നാൽ അമ്മാവന്റെ മകന് കടുക്കോർത്ത വാഴ വെട്ടാനും അമ്മാവന്റെ മകളെ കെട്ടാനും ആരോടും ചോദിക്കേണ്ടാന്ന് നിയമം ഉണ്ടായിരുന്ന കാലത്ത് ഈ വിരുന്നുകാരനാണ് കാമുകൻ. മിക്കവാറും മാഷ്ടപ്പാട്ടിലൊക്കെ വിരുന്നുകാരനുണ്ടാവും. എള്ളെണ്ണ മണം വീശും എന്നോടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ച വിരുന്നുകാരാ. ധനുമാസം പൂക്കൈത മലർ ചൂടി വരുമ്പോൾ ഞാൻ അങ്ങേക്ക് നാവു കണ്ട് കൊതിച്ചിരിക്കും. മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളച്ചു വെച്ച് നീരാടുമ്പോ മഞ്ഞണി പൂനിലാവ് കിടക്കടത്ത് ഇപ്പൊ മഞ്ഞളച്ചു വെച്ച് നീരാടുന്നൊന്നുമില്ല. കതിരാവിൻ കളപക്കിണ്ണം പൊന്നാനി പുഴയിൽ വീണം പുറത്ത് മാഷ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കോഴി വേസ്റ്റാണ് വിടുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി ഭാസ്കർ മാഷ് എഴുതിയ പോലെ ഒരു പാട്ട് എഴുതുന്ന പൊന്നാനി ചെറുതായി താമസിച്ച് 3 ദിവസം താമസിച്ചു. അന്ന് ഫോണൊന്നുമില്ല. എനിക്ക് അവിടെ ഇരുന്ന് പുഴയെ 3 ദിവസം കണ്ടിട്ട് എഴുതിയ പാട്ട് അയച്ചു. ഭാരതപ്പുഴയിലെ ലോറികളെ. ഭാരതപ്പുഴയ്ക്ക് നോക്കുമ്പോൾ ഓളങ്ങളൊന്നും കാണാനില്ല. ലോറികൾ വരുന്നു പോകുന്നു. കാലം മാറുന്നു. അതിനനുസരിച്ച് പാട്ട് എഴുതാനും കവിത എഴുതാനും നമ്മളെ കൊണ്ട് പറ്റില്ല. ഈ ലോറികളെ കുറിച്ചാണോ എഴുതുന്നത്, കോഴി വേസ്റ്റിനെ കുറിച്ചാണോ എഴുതുന്നതൊക്കെ ആശങ്കയിലാണ്. ഞാനിപ്പോൾ പറയുമായിരുന്നു അനിൽകുമാറിനോട്, എഴുത്തുകാരൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എഴുത്തുകാരൻ ഉപയോഗിക്കുന്ന വാക്ക് ആരുടേതാണെന്ന് ഒരു പ്രയാസം. ഒരു വാക്കെടുത്ത് പ്രയോഗിച്ചാൽ ശ്രീരാധാകൃഷ്ണൻ പറഞ്ഞ വലിയൊരു കുഴപ്പം പറ്റിയിരുന്നു. ഞാനൊരു ലേഖനം എഴുതിയപ്പോൾ എനിക്ക് തന്നെ ദിവസവും അത് രാധാകൃഷ്ണനോട് തനിക്ക് അത്രയും പറ്റിയില്ല. ഞാൻ ഒരു കഥയിൽ ദരിദ്രയായ ഒരു പെൺകുട്ടിയെ വർണ്ണിച്ചപ്പോൾ, സ്ത്രീയെ വർണ്ണിച്ചപ്പോൾ കണിയാന്റെ കബിളിസന്ധി പോലെ സ്ഥലങ്ങൾ മുങ്ങിപ്പെടുന്നു. കണിയാന്മാർ ദിവസം സ്ത്രീ അപമാനിച്ചിട്ടല്ല, കണിയാന്മാർ ദിവസം. വാക്കുകൾ ജാതി തിരിഞ്ഞായി, വാക്കുകൾ മതം തിരിഞ്ഞായി. ഏത് വാക്ക് ഉപയോഗിച്ചാലും ഇപ്പോൾ വാക്കാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ അതൊക്കെ രാഷ്ട്രീയം കുറേ പറയും. സാംസ്കാരിക രാഷ്ട്രീയം എങ്ങനെയാണ് അട്ടിമറിക്കപ്പെടുന്നത്? സവർണാധിഷ്ഠിതമായ ഒരു വ്യവസ്ഥയിലേക്ക് കഥകളിയും സോപാന സംഗീതവും ഒക്കെ നല്ല കലകളാണ്. ഒപ്പം ഈ പറയുന്ന വേടന്റെ പാട്ടും നല്ലതാണ്, കീഴാളപ്പാട്ടും നല്ലതാണ്. ഇതെല്ലാം ചേർന്നതാണ് ഒരു സംസ്കാരം. അല്ലാതെ സംസ്കാരത്തിന്റെ അടയാളം കസവുകളും കഥകളിയും മാത്രമല്ല. അത് ആണെന്നാണ്. പക്ഷേ തൃശ്ശൂരിൽ കസവ് കൊണ്ട് ഉടുപ്പിച്ച് ഒരാളെ ഷർട്ടിടാതെ നടത്തിച്ചില്ലേ, അതിന് ഒട്ടും ആ ചിഹ്നത്തിന് മാർക്കറ്റുണ്ട്. ഞാൻ വിചാരിച്ചില്ല. ഞാൻ പലയിടത്ത് പ്രസംഗിച്ചു, കേരളം ചെളിക്കുളമായിട്ടില്ല, അതുകൊണ്ട് താമര വിരിയുകയില്ല. അതിന്റെ പിറ്റേ ദിവസം തൃശ്ശൂർ താമര വിരിഞ്ഞു, തൃശ്ശൂർ ചെളിക്കുളമായി. അടുത്തെവിടെയും ചെളിക്കുളമാവാം എന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട് എന്ന് നമ്മൾ കാണാതിരുന്നുണ്ട്. CPI സമ്മേളനത്തിലായതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കാരണം CPIക്കാർക്ക് ഉത്തരവാദിത്വം ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരിൽ ആദർശനിഷ്ഠയോടുകൂടി പ്രവർത്തിക്കുമെന്ന് എനിക്ക് വിശ്വാസമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നതുകൊണ്ടാണ് ഇവിടുത്തെ ആളുകൾ ഇപ്പോഴും ഇത്രയൊക്കെ പഠിപ്പിട്ട് ഇവിടെ ഒന്ന് പ്രസംഗിക്കുക. ഇനിയിപ്പം ആലക്കോട്ട് ഇവിടെ ഒന്ന് പ്രസംഗിക്കാൻ പറഞ്ഞ ചില്ലറ കാര്യമില്ല. മാത്രം കുറിച്ച് എനിക്കറിയാം. യാത്ര തന്നെ ക്ലേശമാണ്. ഈ പ്രസംഗത്തിന്റെ കഷ്ടപ്പാടല്ലേ വലുതാ. പ്രസംഗിച്ച് നിങ്ങളെ ബോധവൽക്കരിക്കാനൊന്നുമല്ല. ഞങ്ങൾ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നു? എഴുത്തുകാരൻ. ഇപ്പൊ എഴുത്തുകാരൻ രാഷ്ട്രീയ പ്രചാരത്തെ പ്രശ്നം വളരെ ഗുരുതരാണ്. എല്ലാ രാഷ്ട്രീയ ബുദ്ധിജീവികളും മറ്റേ പാളത്തിൽ പോയി നിൽക്കുന്നതിൽ പ്രശ്നമില്ല. ഇടതുപക്ഷത്ത് വന്നാൽ വളരെ പ്രശ്നം. ഇടതുപക്ഷത്ത് പോയ എഴുത്തുകാരെ പുച്ഛിച്ച് മാനഭംഗപ്പെടുത്തിയ ആൾ അടുത്ത ദിവസം UDFന്റെ മീറ്റിംഗിൽ പ്രസംഗിക്കും. അപ്പൊ പ്രശ്നമില്ല. ഇത് ഇങ്ങനെയുള്ള ഒരു അസാൻമാർഗികതയാണ് ഇടതുപക്ഷത്ത് എഴുത്തുകാർ നിൽക്കുന്നത്. ഒരു അസാൻമാർഗിക പ്രവർത്തനമാണെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളോട് ഞങ്ങൾ അങ്ങനെ അസാൻമാർഗികരായാലും ഞങ്ങൾക്ക് ഹൃദയപക്ഷത്തെ നിൽക്കാൻ സാധിക്കൂ എന്നുള്ളതുകൊണ്ടാണ് CPIയുടെ വേദിയിൽ CPIയുടെ മീറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരുന്നത് പ്രസംഗിക്കുന്നത്. ഇപ്പൊ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാംസ്കാരിക രാഷ്ട്രീയം ഞാൻ APSCയെ കുറിച്ച് പറഞ്ഞു. കഥാപ്രസംഗത്തെ കുറിച്ച് 2 വാക്കുകൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. വി സാംബശിവൻ എന്നൊരു കാർത്തികനെ ആളുകൾ മറന്നു. സാംബശിവൻ 1000 ഇംഗ്ലീഷ് പ്രൊഫസർമാർക്കും 1000 സർവകാല കലാശാലകൾക്കും ചെയ്യാൻ പറ്റാത്ത ജോലി ഒറ്റയ്ക്ക് ചെയ്തതാണ്. സ്കൂളിൽ പോകാത്ത നിരക്ഷര കുക്ഷികൾക്ക് ലോക ക്ലാസിക് കൃതികൾ, ഒരുപക്ഷെ ആ ക്ലാസിക് കൃതി കിട്ടാവുന്ന ഏറ്റവും നല്ല പാഠത്തിൽ അവതരിപ്പിച്ചു. യുദ്ധവും സമാധാനവും, ടോൾസ്റ്റോയ്, അന്ന കരീന, ദസ്തോവ്സ്കിയുടെ കരമസോവ് ബ്രദേഴ്സ്, ഇബ്സന്റെ ഗോസ്റ്റ്, എത്രയോ ക്ലിയോപാട്ര, ഗ്രീക്ക് നോവലായ ക്ലിയോപാട്ര, എനിക്കറിയാവുന്നത് പറയാം.
ഈ വിമൽ മിത്രയുടെ വിലയ്ക്ക് വാങ്ങണം. സാവിത്രിയുടെ നെല്ലിനെല്ലും ഇന്ത്യയിലും പുറത്തുമുള്ള പേഴസ്പത്തിന്റെ നല്ല ഭൂമി. എത്രയോ ക്ലാസിക് കൃതികൾ നിരക്ഷരെ പഠിപ്പിച്ചു. നമുക്ക് പുസ്തകം വായിക്കാനൊക്കെ ആയ കാലമാകുന്നതിന് മുമ്പാണ് സാംബശിവൻ ചെയ്യുന്നത്. എൻ്റെ നാട്ടിൽ ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് സാംബശിവൻ ഒന്ന് ഒത്തല്ലോ പറഞ്ഞിട്ട് പോയി. അപ്പോൾ അന്ന് ഞാൻ പശുവിൻ്റെ പാല് വിറ്റ് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ. അപ്പോൾ പാല് വിൽക്കാൻ വേണ്ടി കടയിൽ പോയപ്പോൾ അവിടുത്തെ നാട്ടിലെ 2 ആളുകൾ തമ്മിൽ ഭയങ്കര തർക്കം. 90 വയസ്സ് കഴിഞ്ഞ അടയ്ക്ക കച്ചവടക്കാരനായ പൊന്നൻകുട്ടിയേട്ടനും 80 വയസ്സ് കഴിഞ്ഞ വെറ്റ കച്ചവടക്കാരനായ ബാവക്കയും തമ്മിലാണ് തർക്കം. പൊന്നൻകുട്ടിയുടെ പറഞ്ഞു, ബാവയെ ഈ റോട്ടറിഗോ ഭയങ്കര കുഴപ്പക്കാരനാണ്. അപ്പോൾ ബാവക്ക പറഞ്ഞു, റോട്ടറിഗോ കുഴപ്പത്തിലൊക്കെ കാരണം ഇയാളുമാണ് പൊന്നൻകുട്ടിയുടെ. ഇവർ തമ്മിൽ ഭയങ്കര തർക്കം. ഇയാളാണ് റോട്ടറിഗോ. സ്കൂളിൽ പോയിട്ടില്ലാത്ത പൊന്നൻകുട്ടിയേട്ടനും ബാവക്കായും ഷേക്സ്പിയറിന്റെ നാടകത്തിലെ കഥാപാത്രങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഒരാൾ പറഞ്ഞു, ഈ കഥയൊക്കെ സാമ്പൻ എഴുതി കൊടുക്കുന്നത് ഷേക്സ്പിയർ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ കുറെ കാലം വിചാരിച്ചത് ഷേക്സ്പിയർ എന്ന് പറഞ്ഞാൽ സാമ്പശിവന് കഥ എഴുതി കൊടുക്കുന്ന ആളാണെന്നാണ്. വളരെ വലിയതിനു ശേഷമാണ് ഷേക്സ്പിയർ മനസ്സിലാവും. അപ്പൊ അതിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞ ശ്രദ്ധിക്കാം. ഈ ഒഥല്ലോ പ്രണയപരവശനായിട്ട് ഡെസ്ഡെമോനെ അഭിസംബോധന ചെയ്തൊരു പാട്ടുണ്ട്. പഴയകാലത്തെ കഥകളൊക്കെ അറിയാം. അതിലെ പ്രധാന പ്രമേയം ഒഥല്ലോക്ക് ഡെസ്ഡെമോനെ സംശയമാണെന്നുള്ളതാണ്. അതൊരു പാട്ടിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുന്ന പാട്ടുണ്ട്. പഴയാൾക്ക് ഓർമ്മ കാണുന്ന ഒരു പക്ഷേ അവിടെ നിർത്തും സംശയം. എന്നിട്ട് പറയും, പങ്കാക്ഷിയുടെ ഭർത്താവിന് പങ്കാക്ഷിയോട് വലിയ പ്രേമം വരുമ്പോൾ പങ്കാക്ഷിയെ എന്ന് നീട്ടി വിളിക്കാതെ പങ്കിയെ എന്ന് വിളിക്കത്തില്ലയോ, അതുപോലെ ഡെസ്ഡെമോനോട് പ്രേമം മൂർച്ഛിക്കുമ്പോൾ ഒഥല്ലോ വിളിക്കും, അപ്സരസാണെന്റെ പാടുമാടും സുഹൃത് സമ്മേളനങ്ങളിൽ സൽസ്വഭാവത്തിന്റെ ദേവതയാണവൾ, സംശയിക്കില്ലോരു കാലത്തും നിന്നെ. ഒരു ഭർത്താവ് ഭാര്യയോട് നിന്നെ ഞാൻ ഒരു കാലത്തും സംശയിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ പണ്ടും സംശയിച്ചിരുന്നു, ഇപ്പോഴും സംശയിക്കുന്നുണ്ട്, നാളെയും സംശയിക്കുമെന്നാണ് എന്ന് ഭാര്യയ്ക്ക് മനസ്സിലാവും. അപ്പൊ ഷേക്സ്പിയറിന്റെ ഒഥല്ലോയുടെ മർമ്മപ്രധാനമായ ഭാഗം ഒരു പാട്ടുകൊണ്ട് വിസ്തരിച്ച കലാകാരനാണ്. ഞാൻ പറയാറുണ്ട്, നിങ്ങളോടും പറയാണ്, ചെറുപേരുടെ പടം പഠിക്കുന്നതിന്റെ അടിയിൽ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഗോപിൽദാസിന്റെയും വമ്പശ്ശേരിയുടെയും വി സാംബശിവന്റെയും കെടാമംഗലത്തിന്റെയും PJ ആന്റണിയുടെയും KS ജോർജിന്റെയും KPSC സുലോചനയുടെയും കേശവൻ കൊച്ചി സാറിന്റെയും ഇപ്പോൾ നമ്മൾ വെച്ച ഈ വേണു മാഷ അടക്കമുള്ള ഇടതുപക്ഷ സാംസ്കാരിക രാഷ്ട്രീയത്തിന് വേണ്ടി നേരിട്ട് വല്ലാതെയും എണ്ണമറ്റ സംഭാവനകൾ നൽകി ഒന്നും കിട്ടാതെ മരിച്ചുപോയ സാംസ്കാരിക രക്തസാക്ഷികളുടെ പടം കൂടി വരച്ചു വെക്കുന്നത് തീർച്ചയായും ഇടതുപക്ഷത്തിൽ വിശ്വസിച്ചും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വലിയ സമ്പത്താണ്. അതിന്റെ പരിശ്രമം കൂടിയാണ് നമുക്ക് അതിന് മാത്രം വരവുള്ളതെന്ന് ഒരുപക്ഷെ വയലാറിനെ പറയും. വയലാറൊക്കെ ചെയ്ത സേവനങ്ങളെ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. എത്രയോ വർഷം മുമ്പ് പോസ്റ്റ്മാനെ കാണാനില്ല എന്നൊരു സിനിമയിൽ CID വേഷം മാറ്റിയാണ് നമുക്ക് ഒരു പാട്ട് പാടുന്നത്. നിങ്ങൾ ആ സിനിമ കണ്ടാൽ അറിയാം. CID KP ഉമറാണ്. CIDക്ക് വേഷം മാറി ഏത് പാട്ട് പാടും? വൈദ്യസ് കൊലമുറി എന്ന് പാടാം, 1-ാം വട്ടം കണ്ടപ്പോൾ പെണ്ണിന് കിണ്ടാണ്ടെന്ന് പാടാം. ആ സിറ്റുവേഷൻ എന്നെ പാട്ട് പാടാനൊന്നുമില്ല, വേഷം മാറി CID പാടില്ല. ഈ കിണ്ടാണ്ട പാട്ട് പാടിയത് എഴുതിയത് എൻ്റെ സുഹൃത്താണ്. അപ്പൊ എനിക്ക് എൻ്റെ മലയാള ഭാഷ വെച്ച് കിണ്ടാണ്ടം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായി. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് ഈ കിണ്ടാണ്ടം എന്ന വാക്കിന്റെ അർത്ഥം? അദ്ദേഹം എന്നോട് പറഞ്ഞത്, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് അതാണ് അതിന്റെ അർത്ഥം എന്നാണ്. അങ്ങനെ പാട്ടെഴുതാൻ സൗകര്യമുള്ള സിനിമയിൽ പോയി ഒരു CID കൊണ്ട് വയലാർ പാടിച്ച പാട്ട്, ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല, വെള്ളപൂശിയ ശവക്കലറയിലെ വെളിച്ചപ്പാടുകളെ നിങ്ങൾ ആശ്രമങ്ങൾ തീർത്തു, അമ്പലങ്ങൾ തീർത്തു, 1000 പൊയ്മുഖങ്ങൾ തീർത്തു. ഈശ്വരന് 1000 പൊയ്മുഖങ്ങൾ ഇപ്പോൾ നടക്കുന്നത് തന്നെയാണ്. 55 കൊല്ലമായി അച്ഛനും ബാബയും എന്ന സിനിമ വന്നത്. അതിൽ അവസാനത്തെ ഒരു ചരണം ഇങ്ങനെയാണ്, കാവി ചുറ്റിയ സന്ധ്യയ്ക്ക് പിന്നിലെ കറുത്ത വാഴ്വുകളെ നിങ്ങൾ ഭാരത വേദാന്തം, അദ്വൈത വേദാന്തം, ഭഗവത്ഗീത കൊണ്ട് കുറച്ചു. ഇത്രനാൾ ഭഗവത്ഗീത കൊണ്ട് കുറച്ചു. സൂക്ഷ്മ രാഷ്ട്രീയം എന്നതാണ്. എങ്ങനെയാണ് ഭാരതത്തിന്റെ അദ്വൈതം എന്ന സമത്വഭാവനയുള്ള യഥാർത്ഥ വേദാന്തത്തെ ഏത് പാത്രത്തിലും മാറ്റിയെടുക്കാവുന്ന, ഏത് പാത്രത്തിൽ വെച്ചാലും ആ പാത്രത്തിന്റെ സ്വഭാവമുള്ള പിൽക്കാല നിർമ്മിതിയായ ഭഗവത്ഗീത കൊണ്ട് അട്ടിമറിക്കുന്നത്? ഇത് ഒരു സാംസ്കാരിക രാഷ്ട്രീയമാണ്.
ഇത് നേരത്തെ പറഞ്ഞതുപോലെ തൊഴിൽ മുദ്രാവാക്യം വിളിക്കുന്ന രാഷ്ട്രീയമാണ്. ഒരു സംസ്കാരത്തെ എടുത്തു കളയാം. ഭാരതീയത അത്ര പേടിക്കേണ്ട ഒന്നല്ലെന്നേ. നിങ്ങൾ ദാമോദരനെ വായിക്കൂ, നിങ്ങൾ എന്നെ ബാലരാമനെ വായിക്കൂ. ഭാരതീയ ദർശനങ്ങളിൽ അദ്വൈതമുണ്ട്, സമഭാവനയുണ്ട്. സംഘച്ഛത്വം സംവദത്വം സംഭവമനാംസീജാനത ദേവാഭാഗം യഥാപൂർവേ സംജാനാന ഉപാസത്തെ സമാനിവ ആകൂതി സമാന ഹൃദയാനിവ. ഋഗ്വേദത്തിലെ സംവാദ സൂക്തം ഉദ്ധരിച്ചിട്ടാണ് മനുഷ്യൻ എന്ന പുസ്തകം ദാമോദരൻ തുടങ്ങുന്നത്. ഇത് ഈ ഋഗ്വേദത്തിലെ സൂക്തം ഒരു പ്രാചീന പ്രാകൃത സോഷ്യലിസത്തിന്റെ പ്രത്യയശാസ്ത്രമാണ്. സംഘം സഞ്ചരിക്കുക, സംവദിക്കുക, എല്ലാ മനസ്സുകളും ഒന്നായി തീരട്ടെ, നിങ്ങളുടെ യോഗം ഒന്നായി തീരട്ടെ എന്ന ഈ ഐകമത്യ സൂക്തം പ്രാചീന ഭൗതികവാദമാണ്, പ്രാചീന കമ്മ്യൂണിസമാണ് എന്ന് പറയാൻ ഒരു ദാമോദരൻ ഉണ്ടായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ വയനാട്ടിലുള്ള ആളുകൾ ഈ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു. അമ്പലത്തിലും പള്ളിയിലൊക്കെ പാടുന്നു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന് അമ്പലത്തിലും വെക്കുന്നത്. ഇപ്പൊ പള്ളിയിലൊക്കെ വെക്കുന്നത് ആക്ഷേപമില്ല. കാരണം ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ കലാപ്രവർത്തനമായിരുന്നു. നാടകങ്ങളിലൂടെ, പാട്ടുകളിലൂടെ, സിനിമകളിലൂടെ ആദ്യകാല സിനിമകളിലൂടെ എത്രയോ കലാകാരന്മാർ ജീവത്യാഗം ചെയ്തുണ്ടാക്കിയെടുത്തതാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന ഇടതുപക്ഷ സാംസ്കാരിക രാഷ്ട്രീയം. ആ രാഷ്ട്രീയം പരാജയപ്പെടരുത് എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള ആളുകളുടെ എളിയ ആഗ്രഹം. ഞങ്ങൾ ദുർബലരാണ്, അവരെ പോലെ ഒന്നും ശേഷിയുള്ളവരല്ല. എങ്കിലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ വേദിയിൽ വന്നു നിൽക്കുമ്പോൾ മുമ്പില്ലാത്തൊരു ഉഷിര് കൈവരുന്നത് മറച്ചു വെക്കണമെന്നില്ല. ഇവിടെ നിൽക്കുമ്പോൾ ഒറ്റക്കല്ലെന്നും അനേകം കൂടി മനുഷ്യർ, നേരത്തെ ഞാൻ പറഞ്ഞ കണ്ണൂരിന്റെ സമരപുളകങ്ങൾ തന്നെ സിന്ദൂരമാലകൾ ചാർത്തിയ വലിയ കുടീരങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത്ര ആളുകളുടെ പേര് പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ആ പാട്ടിൽ അവസാനിപ്പിക്കാം. വയലാർ നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള മനുഷ്യരല്ല, നമ്മൾ തോറ്റുപോകുന്നവരല്ല. തോറ്റ ചരിത്രം കേട്ടിട്ടില്ലാത്ത തൊഴിലാളി വർഗ മഹാചരിത്രത്തിന്റെ ആധുനികമായ ഒരു കാലത്ത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടതിനേക്കാൾ ഭീകരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കാലമാണ്. മഹായുദ്ധങ്ങൾ, 20,000-ലധികം കുട്ടികളാണ് വിശന്ന് മരിച്ചു പോയത് പലസ്തീനിൽ. ഇസ്രായേലിലും ഇറാനിലും എത്ര കുട്ടികൾ മരിച്ചു എന്നറിയില്ല. യുദ്ധ വ്യവസായം, ട്രംപ് യുദ്ധം നിർത്താനും തുടങ്ങാനും സാധിക്കുന്ന വിധം ആഗോള മൂലധന ആയുധ വിപണിയെ നിയന്ത്രിക്കുന്ന സാമ്രാജ്യത്വ ശക്തി. ട്രംപ് ആയുധ വ്യാപാരികളുടെ ദല്ലാളാണ് എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചറിയേണ്ടത്. അങ്ങനൊരു സന്ദിഗ്ധ ഘട്ടത്തിലും തൊഴിലാളി വർഗത്തിന് കുറച്ച് ആളുകളെ ഉണ്ടെങ്കിലും നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ നമ്മൾ തോൽക്കുന്നവരല്ല. നമുക്കൊരു ചരിത്രമുണ്ട്, നമ്മൾ ഒറ്റപ്പെട്ട മനുഷ്യരല്ല, സംഘബോധമുള്ളവരാണ്. 1 കോടി മനുഷ്യർ ഒറ്റ മനുഷ്യനെ പോലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എഴുന്നേറ്റ് നിൽക്കും. പ്രളയം വന്നപ്പോൾ നമ്മളങ്ങനെ പ്രതികരിച്ചു. കോവിഡ് വന്നപ്പോൾ കേരളത്തിൽ ആ ഇടതുപക്ഷ സംസ്കാരം പ്രതിഫലിച്ചു, ഇനിയും പ്രതിഫലിക്കും. അതുകൊണ്ട് സഖാക്കളെ, എനിക്ക് പ്രസംഗിക്കാൻ തുടങ്ങി നിർത്താൻ ബുദ്ധിമുട്ടാണ്. VS അനിൽകുമാറിനെ പോലെയും മാധവപുരച്ചേരി പോലെയും സുരേഷ് ബാബുവിനെ പോലെയും ഒക്കെയുള്ള സുബ്രഹ്മണ്യ ഭാഷ പോലെയൊക്കെയുള്ള മണിക്കൂറുകൾ സംസാരിച്ചാലും മതിയാവാത്ത വലിയ പ്രഭാഷകന്മാർ എൻ്റെ മുന്നിലിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പിന്നാലെ വരുന്നവരുടെ ചെരുപ്പിൻ്റെ വാറടിക്കാൻ പോലും അർഹതയില്ലാത്ത ഒരാൾ അതിൽ കൂടുതൽ പറയുന്നതിൽ സുജനമര്യാദയെ ലംഘിക്കുക എന്നൊരു പാപമുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയ സഖാക്കളെ, സുഹൃത്തുക്കളെ, തുടിപ്പുമിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ, തുടിപ്പുമിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ, കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ, കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ. നിങ്ങൾ നിന്ന സമരങ്കണഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി, നിങ്ങൾ നിന്ന സമരങ്കണഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങളുടെ നാട്ടിലെ മണ്ണിൽ ഇന്നിതാ പുതിയ ഇവിടെ പാടാം. ഞാൻ ശിവകലാ സാഹിത്യ വേദി അതുവരെ മാത്രമേ പാടാം. കാരണം കലാകാരന്റെ വഴി അത്രേ ഉള്ളൂ. ആ കോടിയുടെ അടുത്തേക്ക് എത്തിച്ചാൽ ബാക്കിയൊക്കെ സന്തോഷ് കുമാറും ഷൈജനൊക്കെ കൂടി നടത്തിപ്പോകും. ബാബുരാജിനെയും അതിൽ കൂട്ടത്തില്ല, കലാകാരൻ പഠിച്ചിട്ടുണ്ടാകും. നമ്മൾ ഒന്നിച്ച്, പക്ഷെ നിങ്ങളുടെ കൂടെ ഉണ്ട്, മുൻപിൽ ഉണ്ടാകും. രക്തസാക്ഷികൾ ചങ്കില ചോര കൊണ്ട് നിറം പകർന്ന ആ കൊടിയാണ് കട്ടായം. അടിസ്ഥാന ജനവർഗം തോൽക്കുകയില്ല. തട്ടിയും മുട്ടിയും പൊടിഞ്ഞും തകർന്നും ഇടിഞ്ഞും പൊടിഞ്ഞും വീണും തളർന്നും വീണ്ടും ഉയർത്തെഴുന്നേറ്റുമാണ് മനുഷ്യവംശ ചരിത്രം ഇതുവരെ മുന്നേറി വന്നിട്ടുള്ളത്. അവിടെ പണിയെടുത്ത് കൊടുക്കുന്ന മനുഷ്യനുണ്ടാക്കിയതാണ് ചരിത്രം.
പണിയെടുത്തു കൊടുക്കുന്ന മനുഷ്യനാണ് സംസ്കാരം ഉണ്ടാക്കിയത്. അത് വിലക്കെടുക്കുന്ന വികസിത മുതലാളിത്തനും കോർപ്പറേറ്റ് മുതൽ ശക്തികൾക്കും വിജയിക്കുന്ന ഒരു പരിധിയുണ്ട്. അവരുടെ പ്രതിസന്ധികളെ മാർക്സ് വിഭാവന ചെയ്തതുപോലെ തന്നെ നട്ടലുള്ള പ്രത്യയശാസ്ത്രം കൊണ്ട് പുറത്തറിയപ്പെടുന്ന മനുഷ്യർ, എവിടെയുള്ള മനുഷ്യർ, കുടിയിറക്കപ്പെടും കൂട്ടരെ പറയുവിൻ ഏത് ദേശക്കാർ നിങ്ങൾ, പ്രസവിച്ചത് ഇന്ത്യയായി, പ്രസവിച്ചത് ഇംഗ്ലണ്ടായി, പ്രസവിച്ചത് ആഫ്രിക്കൻ വൻകരയായി, അതിലെന്തുണ്ട് അർത്ഥം എന്ന് ആർക്കാനും ഉടമയല്ലാത്ത ഭൂപട പോലും വൻകരയ്ക്ക് അർത്ഥമുണ്ടോ? എവിടവിടങ്ങളിൽ ചട്ടി പുറത്തെടുത്തെറിയപ്പെടുന്നുണ്ട് ഈ പാരിടത്തിൽ. അവിടവിടങ്ങളെ ചേർത്ത് വരയ്ക്കുമെന്ന് ഇവരുടെ രാഷ്ട്രത്തിന് അതിർവര. കുടിയിറക്കപ്പെടുന്ന മനുഷ്യർ കൂട്ടിച്ചേർക്കപ്പെടും ഭൂഖണ്ഡങ്ങളിൽ നിന്ന് നാളെ വീണ്ടും മനുഷ്യൻ ഒറ്റ വർഗശക്തിയായി ഉയർത്തെഴുന്നേൽക്കുമെന്ന് സ്വപ്നം കാണാൻ, ആ സ്വപ്നം ആർക്കും പണയിപ്പിക്കരുത്. സ്വപ്നം നിലനിർത്തണം. സ്വപ്നമാണ് നാളത്തെ സത്യം. അഭിവാദ്യങ്ങൾ.